കുറച്ച് എക്സ്പോസിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഇപ്പം ഗേൾസിന്റെ ഇടയിൽ ഒരു നോർമൽ തിങ് ആയി മാറിക്കഴിഞ്ഞു. ദേ ആർ ഇൻവൈറ്റിംഗ് ട്രബിൾ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ഇഫ് യു ഗോയിങ് ഫോർ ക്ലബിംഗ് ആൻഡ് ഓൾ അതൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ പാർട്ടി വെയർ ഡ്രസ്സസ് ഇട്ടിട്ടാണ് കുട്ടികൾ ഷോപ്പിങ്ങിന് പോകുന്നതും ഫ്രണ്ട്സ് ചിൽ ഔട്ട് ചെയ്യാൻ പോകുന്നതും ഒക്കെ. ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് എ ഫാഷൻ പ്രൊഫഷണൽ, ഐ വുഡന്റ് ലെറ്റ് മൈ ചിൽഡ്രൻ ഓർ മൈ ലവ്ഡ് വൺസ്, ഇവർക്ക് ജോലിയിലൊന്നും അല്ല താല്പര്യം, ഇതിലൊക്കെയാണ് എന്നൊരു ഇംപ്രഷനും കൊടുക്കരുത്. അറ്റ് ദ സെയിം ടൈം ഇവരുടെ പേഴ്സണൽ ഗ്രൂമിങ്ങിലോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്ങിലോ ഒട്ടും കെയർ ചെയ്തിട്ടില്ല. ഷീ വിൽ ബി ലൈക്ക് ദാറ്റ് ഇൻ ഹർ വർക്ക് ഓൾസോ എന്നുള്ളൊരു ധാരണയും കൊടുക്കാതെ ഉണ്ട്. ചിലരുണ്ട് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ലോകത്തെ അറിയിക്കേണ്ട കാര്യങ്ങളാണോ? ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാക്കി. ഹസ്ബൻഡിനോട് എനിക്ക് പറയാനുള്ള കുറെ കാര്യങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് അതിനകത്ത് ഇടുകയാണ്. നാട്ടുകാർ മുഴുവൻ അറിയും ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഉടക്കാന്നുള്ളത്. പുള്ളി ചിലപ്പോൾ അത് കണ്ടില്ല എന്നിരിക്കും. പറയാനുള്ളത് നേരിട്ട് പറഞ്ഞാൽ മതി. ഈ സ്റ്റാറ്റസിലൂടെ അറിയിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്നതൊക്കെ കഴിച്ചു, നിന്നടുത്ത് പോയി. പലപ്പോഴും യു വിൽ ഫോൾ ഇൻ ട്രബിൾ. സെലിബ്രിറ്റീസിനോ ആക്ടേഴ്സിനോ പബ്ലിക് ഫിഗേഴ്സിനോ മാത്രം ആവശ്യമുള്ളൊരു കാര്യമല്ല ഇത്. വീട്ടമ്മമാർക്ക് വരെ അവരുടെ കോൺഫിഡൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ. എൻ്റെ അടുത്ത് 65 വയസ്സുള്ളൊരു ലേഡി വന്നിരുന്നു. You don't have to wear brands to look good. അതിനെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ. So what are men doing wrong? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 42 പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോൺഫിഡൻസ് പലപ്പോഴും നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ ലുക്ക്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, സ്റ്റൈലിംഗ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കും. ഇത് എത്രത്തോളം ബെറ്റർ ആകുന്നോ അതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ അപ്പിയറൻസ് ഇത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. സോ അത് ഒരു എക്സ്പേർട്ടിന്റെ സപ്പോർട്ടോട് കൂടിയാണെങ്കിൽ അത് അതിലും ബെറ്റർ ആകും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഇമേജ് കോച്ച് അല്ലെങ്കിൽ ഇമേജ് കൺസൾട്ടന്റ് നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ലുക്ക് എങ്ങനെ മാറ്റാം, ചെറിയ ചെറിയ ചേഞ്ചസ് എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ പറ്റിയാണ്. ഈ എപ്പിസോഡ് മുഴുവനായും കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സ് ആയും റീൽസ് ആയും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. ഈ ഫുൾ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ജോഫി മാത്യു ആണ്. ജോഫി മാത്യു ഒരു ഇമേജ് കൺസൾട്ടന്റും ഒരു പേഴ്സണൽ സ്റ്റൈൽ കോച്ചുമാണ്. വെൽക്കം ടു 42 പോഡ്കാസ്റ്റ്. പൊതുവെ സ്വന്തം കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. എസ്പെഷ്യലി ഫാഷനബിൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ഡ്രസ്സ് വാങ്ങാനോ കുറച്ച് ഓർണമെന്റ്സ് വാങ്ങാനോ ആക്സസറീസ് വാങ്ങാനോ ഇതൊന്നും പൊതുവെ ചെയ്യാറില്ല. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളിൻ്റെ ലുക്ക്, നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു അനുഭവം തന്നെ. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു അപ്ബ്രിങ്ങിങ്ങിൻ്റെ രീതിയാണത്. നമ്മൾ നെസസിറ്റീസിന് വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. പ്രാരാബ്ദങ്ങളെല്ലാം തീർത്തിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കും. നമ്മുടെ സമൂഹവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പാരൻസ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നതും ഈവൻ നമ്മളാണെങ്കിൽ പോലും മക്കളോട് പറയുന്നത് പഠിത്തം ഫസ്റ്റ് അല്ലേ, നല്ലൊരു ജോലിയൊക്കെ നേടിക്കഴിഞ്ഞാൽ നിനക്ക് എന്ത് വേണേ ആവാം. ജോലി നേടിക്കഴിയുമ്പോൾ പെണ്ണ് കെട്ടണം, അപ്പോൾ കഴിയുമ്പോൾ കുട്ടികളാവണം. ഇതെല്ലാം പ്രാരാബ്ദങ്ങളാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എവിടെയായി നന്നായിട്ട് ഒരുങ്ങി നടക്കാനോ അല്ലെങ്കിൽ പാഷനറ്റ് ഇപ്പം ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നല്ലൊരു ക്യാമറ വാങ്ങിക്കണമെന്നുണ്ടായിരിക്കും. പക്ഷേ അതല്ലാത്ത ചില ആളുകളുണ്ട്, they just go ahead and do it. അങ്ങനെയുള്ളവർക്കേ ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് സ്റ്റൈലിൻ്റെയും ഫാഷൻ്റെയും ഒക്കെ കാര്യം. അതിനോടൊരു ഇൻക്ലിനേഷൻ ഉള്ളവർ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അവർ സമൂഹത്തിൻ്റെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും ചെറിയ പ്രായം മുതലേ. ഞാനൊക്കെ സയൻസ് സ്റ്റുഡൻസ് ആയിരുന്നു കോളേജിൽ. എന്നോടൊക്കെ ചോദിക്കുക, ഈ ഒരുങ്ങിക്കെട്ടി നടക്കാനാണോ ഈ കോളേജിലോട്ട് വരുന്നേ? അപ്പം ആ ഒരു അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു കുറ്റബോധമാണ്. ഇപ്പോൾ ഈ സ്കൂളുകളിലെ യൂണിഫോം, അപ്പോൾ പൊതുവെ സ്കൂളുകളിലൊക്കെ ഒരു ചിട്ട വെച്ചിട്ടുണ്ട്. ഇതാണ് യൂണിഫോമിൻ്റെ രീതി, ഇങ്ങനെയാണ്. ഇപ്പം ബെൽറ്റ് കെട്ടുകയാണെങ്കിൽ ഇങ്ങനെ കെട്ടണം, ടൈ ആണെങ്കിൽ ഇങ്ങനെ വെക്കണം, പട്ടാളച്ചിട്ട പോലെയൊക്കെയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സ്കൂള് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തുടക്കമാണ്. ഈ ഒരു രീതിയിൽ വളർത്തുന്നത് കൊണ്ട് അവരുടെ സ്വഭാവം, ക്യാരക്ടറിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നു? അതിനകത്ത് വേറൊരു സൈഡും കൂടെ ഉണ്ട്. ഈ സ്കൂളുകളിൽ യൂണിഫോം വെച്ചിരിക്കുന്നതും മുടി ഇങ്ങനെ വെട്ടാവുള്ളൂ, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ലോങ് ഹെയർ ആണെങ്കിൽ 2 സൈഡിലും ബ്രെയ്ഡ് ചെയ്തിടണം, അല്ലെങ്കിൽ പോണിറ്റെയിൽ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള നിർബന്ധങ്ങൾ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ആ ഒരു ചിട്ടകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. പക്ഷേ ഇത് വളരെ അടിച്ചേൽപ്പിക്കപ്പെടുന്നു
കുട്ടികളിലേക്ക് അത് ഇമ്പോസ് ചെയ്യുമ്പോഴാണ് അവർക്ക് അതിനെ എതിർക്കാൻ നിന്ന് റിബൽ ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരുന്നത്. നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടില്ലേ, ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ ഉള്ള റെസിഡൻഷ്യൽ സ്കൂൾസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ഡ്രസ്സിങ് എപ്പോഴും ഭയങ്കര പ്രോപ്പറായിരിക്കും. അവർ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഇപ്പം കോളേജിലൊക്കെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ ഒരു സ്റ്റൈലേ ഡിഫറെൻ്റ് ആണ്. അവരുടെ സംസാരത്തിലും ഒരു എന്താ പറയുന്ന ഒരു മര്യാദകളൊക്കെ കാണും. എറ്റിക്കറ്റ് അവർക്ക് കൂടുതലുണ്ടായിരിക്കും, കുറച്ചും കൂടെ ഫോർമാലിറ്റി ഉണ്ടായിരിക്കും. അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ ഷൂ ലേസൊക്കെ എപ്പോഴും പ്രോപ്പർലി ടൈഡ് ആയിരിക്കും, ഷൂസൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കും. ബിക്കോസ് ദേ ആർ ട്രെയിൻഡ് ഫ്രം എ വെരി യങ് ഏജ്. ആ ഒരു രീതിയിൽ ഇതാണ് നമുക്ക് ഈ പട്ടാള ചിട്ടാന്ന് നേരത്തെ പറഞ്ഞില്ലേ, പട്ടാളത്തിലും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ആർമി, നേവി, എയർഫോഴ്സ് ഏത് നോക്കിയാലും അവരുടെ ബേസിക് ട്രെയിനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോ ഹൗ ഇറ്റ് ഹെൽപ്സ് എ പേഴ്സൺ അവരുടെ പേഴ്സണാലിറ്റീനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്, ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് എങ്ങനെയാണ് ഇത് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ കാര്യങ്ങളിൽ മുതൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് മുതലുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ ചിട്ടയായിട്ട് ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് യു ഡെവലപ്പ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഹാബിറ്റ് ഇൻ എവറിത്തിങ്. പ്രൊഫഷണലിസം വരും ഓട്ടോമാറ്റിക്കലി. ആൻഡ് പഠിക്കുമ്പോഴാണെങ്കിലും ചിട്ടയായിട്ട് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. കുറച്ച് കഴിഞ്ഞ് വൺസ് യു എൻറ്റർ എ ജോബ് ആൻഡ് ഓൾ ദാറ്റ് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ കുട്ടികൾക്ക്, നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ, നമ്മളോട് ചൂടുവെള്ളത്തിൽ തുടരുതെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് അറിയത്തില്ല അതെന്തുകൊണ്ടാണ്, അതെന്താ ഞാൻ തൊട്ടാൽ, അല്ലെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് കത്തുന്ന ബൾബ് കാണുമ്പം പിള്ളേർക്ക് അതിലൊന്ന് തൊട്ട് നോക്കാനൊക്കെ ഒരു കൗതുകം തോന്നും. മോനെ അത് ചെയ്യരുത്, ഷോക്ക് അടിക്കും. ഒരു പ്രാവശ്യം ഷോക്ക് അടിച്ച് കഴിയുമ്പോഴത്തേനും അവർ പഠിക്കും, പിന്നെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ലെറ്റ് ദം ഡു ഇറ്റ്. അത് മാറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തിക്താനുഭവം അവർ തന്നെ അനുഭവിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ദിൽ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള റെഗുലേഷൻസ് ഉള്ളത് നല്ലതാണ് ഒരു പരിധി വരെ. പക്ഷേ അത് കുട്ടികളിലേക്ക് ഇമ്പോസ് ചെയ്യുന്നെന്ന് അവർക്ക് തോന്നരുത്. അപ്പോഴവർക്ക് റിബൽ ചെയ്യാനായിട്ട് തോന്നും. ഇതൊക്കെ സത്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ് അവരുടെ. സ്കൂളുകളിൽ ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പോൾ ഉള്ള എല്ലാ സ്കൂളുകളും ഏകദേശം ഒരുപോലെയാണ്. കാണുമ്പോൾ കളറിലുള്ള പാറ്റേൺസിലുള്ള വ്യത്യാസം അല്ലാതെ കുട്ടികളെ കണ്ട എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കുക. അതിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? മാറ്റം കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോതിങ്. ഇപ്പം മിക്ക സ്കൂൾസിനും നമ്മുടെ ക്ലൈമറ്റിന് പെട്ടെന്ന് വാഷ് ചെയ്യാനും പെട്ടെന്ന് ഉണങ്ങാനും ഒക്കെ ആയിട്ടാണ് അവർ സിന്തറ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. പോളിയസ്റ്റർ പോലെ മിക്സ് ഉള്ള മെറ്റീരിയൽസ് ആണ് പലപ്പോഴും ഷർട്ടിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അതുപോലെ തന്നെ കട്ടിയുള്ള പിന്നഫോറും ട്രൗസേഴ്സും ജാക്കറ്റ്സും ഒക്കെ, അതും ഒക്കെ കുട്ടികൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ചൂട് കൂടുതൽ വരും. അങ്ങനെയുള്ളത് അതിലൊക്കെ ഒരു മാറ്റം വരുത്താം. അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പണ്ടത്തെ കുട്ടികൾ, ഇപ്പം ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ വലിയ എക്സ്പോഷർ ഇല്ല. ഏറ്റവും വലിയ എക്സ്പോഷർ എന്ന് പറയുന്നത് ഹിന്ദി ഫിലിംസ് ആണ്. അതുപോലും എൻ്റെ ഒന്നും വീട്ടിൽ ഹിന്ദി ഫിലിംസ് കാണിക്കത്തില്ല, ചിത്രഹാർ കാണിക്കത്തില്ല. 80s ഞങ്ങളൊക്കെ വളർന്നത്. റൊമാൻസ് കണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് അതിലേക്കൊരു ചായ്വ് വരും എന്ന് പറഞ്ഞുകൊണ്ട്, എന്നെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിനകത്തെ റൊമാൻസ് ഒന്നും അല്ല നമ്മൾ കാണുന്നത്. പണ്ടേ ഈ സ്റ്റൈലിനോടും ഫാഷനോടും ഒക്കെ ഒരു താല്പര്യമുള്ളത് കാരണം അതിനകത്ത് ഡ്രസ്സിങ് എങ്ങനെയാണ്, മേക്കപ്പ് എങ്ങനെയാണ്, ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്, ജ്വല്ലറി എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. കുട്ടികൾ ദേ ആർ എക്സ്പോസ് ടു വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഗ്ലോബലി, ഇല്ലേ? വെൻ യു ആർ എക്സ്പോസ് ടു ന്യൂ നോളജ് വി വിൽ വാണ്ട് ടു, ഇല്ലേ? നമുക്കത് നമ്മുടെ ലൈഫിലും അഡോപ്റ്റ് ചെയ്യാനായിട്ട് തോന്നും. എല്ലാ മനുഷ്യർക്കും ഒരു ടെൻഡൻസി ഉള്ളതാ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ. അപ്പം കുട്ടികൾക്ക് ഹെയർ സ്റ്റൈലിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ അങ്ങനെ സ്റ്റൈലിൽ മുടി വെട്ടരുത് എന്നൊന്നും പറയാതെ, ഞാനൊക്കെ 10th പഠിക്കുമ്പോൾ ഒന്ന് ഫെദർ കട്ടോ സ്റ്റെപ്പ് കട്ടോ എന്തോ ചെയ്തപ്പോഴേക്കും പൂജാ ഭട്ടിന്റെ സ്റ്റൈൽ കോപ്പി ചെയ്ത് ഒന്ന് പോയി വെട്ടി നോക്കിയതാ. പ്രിൻസിപ്പൾ അന്ന് തന്നെ എൻ്റെ മദറിനെ വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ഇനി അവർക്ക് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല അല്ലേ എന്ന്. ആക്ച്വലി തിരിച്ചായിരുന്നു. ലോങ് ഹെയർ ഉള്ളപ്പോൾ അത് ചീകി കെട്ടി പിന്നി ഒക്കെ വെക്കാനായിട്ട് അന്ന് സമയം കൂടുതൽ. ഇത് ഭയങ്കര എളുപ്പമല്ലേ, ബ്രഷ് ചെയ്തിട്ടുണ്ട് അങ്ങ് പോയാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പോണിറ്റെയിൽ ഇട്ട്. പക്ഷെ അതല്ല, നമ്മുടെ ടീച്ചേഴ്സും പ്രത്യേകിച്ച് നൺസും ഒക്കെ ആണെങ്കിൽ അവർ കുറച്ച് പ്രെജുഡിസ്ഡാ. കുറച്ചൊക്കെ സ്റ്റൈൽ കാണിക്കാൻ കുട്ടികളെ അനുവദിക്കണം. ഒരുപാട് അവരെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ അവർ കൂടുതൽ റിബല്യസ് ആവത്തേ ഉള്ളൂ. കുറച്ച് സ്റ്റൈലിൽ നിന്നോട്ടെ. അറ്റ് ദ സെയിം ടൈം സ്കൂളിൻ്റെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്, നോംസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിരിക്കണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് അതിനെ
യു സൈഡ് ടോക്ട് അബൌട്ട് 80s സ്റ്റൈലിനെ ഫോളോ ചെയ്യുന്ന കാര്യം പറഞ്ഞു, പൂജ ഭട്ടിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ജയന്റെ കാര്യ സമയത്ത് ബെൽ ബോട്ടം പാൻസ്. അപ്പം ഓരോ കാലഘട്ടത്തിലും ഓരോരോ സ്റ്റൈലുകൾ ആൾക്കാർ ഈ ഫിലിമിൽ നിന്നാണെങ്കിലും ആ ഒരു ട്രെൻഡിനനുസരിച്ച് ഫോളോ ചെയ്തു പോകുന്നു. ലൈക്ക് വാട്ട് ഈസ് ദ ട്രെൻഡ് റൈറ്റ് നൗ? ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് ലൈക്ക് അക്കോർഡിംഗ് ടു യു? ഇപ്പൊ പെൺകുട്ടികളൊക്കെ, ടീനേജ് കുട്ടികളൊക്കെ ക്രോപ്പ് ടോപ്സും അത്യാവശ്യം ബെല്ലി ബട്ടണൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഡ്രസ്സിങ് ആണ്. അതുപോലെ തന്നെ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ട്രൗസേഴ്സ് അല്ലെങ്കിൽ ജീൻസ്, ബാരൽ ഫിറ്റ് ജീൻസ്, ഫ്ലെയർഡ് ജീൻസ്, അങ്ങനത്തെ ഒക്കെയാണ്. പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഇൻവൈറ്റിംഗ് ട്രബിൾ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. പെണ്ണുങ്ങളുടെ വേഷം കൊണ്ടാണോ അവർ ട്രബിളിൽ ചെന്ന് ചാടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി 100% അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് എ fashion professional, I would say that I wouldn't let my children or my loved ones അവസരോചിതമല്ലാതെ ഉണ്ട്. ഇഫ് യു ആർ ഗോയിങ് ഫോർ ക്ലബിങ് ആൻഡ് ഓൾ, അതൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ കുട്ടികൾ പാർട്ടി വെയർ ഡ്രസ്സസ് ഇട്ടിട്ടാണ് കുട്ടികൾ ഷോപ്പിങ്ങിന് പോകുന്നതും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചിൽ ഔട്ട് ചെയ്യാൻ പോകുന്നതും ഒക്കെ. കുറച്ച് എക്സ്പോസിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഇപ്പം ഗേൾസിൻ്റെ ഇടയിൽ ഒരു നോർമൽ തിങ് ആയി മാറിക്കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ പാരൻസിൻ്റെ കൂടെയൊക്കെ കുട്ടികളെ കാണുമ്പോൾ പോലും നമ്മൾ വിചാരിക്കും, അവരുടെ വേഷവിധാനങ്ങൾ കാണുമ്പോൾ നമുക്ക്, ഇപ്പം ഞാൻ സ്റ്റൈലിങ് ചെയ്യുന്ന ഒരാളാണ്, എന്നാൽ പോലും ഈ പ്രായത്തിൽ ഒരു കുട്ടിക്ക് ഇത് വേണമായിരുന്നോ? വിൽ ഷി ബി ഏബിൾ ടു മാനേജ് ഇറ്റ്? ബിക്കോസ് ഓൾ ദീസ് തിങ്സ് ഇൻവൈറ്റ്സ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അതിനെ ഹാൻഡിൽ ചെയ്യാൻ, ട്രബിൾസ് ഇൻവൈറ്റ് ചെയ്യും. അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രാപ്തി ആ കുട്ടിക്ക് ആയതിനു ശേഷം ആ കുട്ടി അത് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ അറ്റ് ആ യങ് ഏജ് വെൻ ദേ ഡു ഇറ്റ്, ഇങ്ങനെയുള്ളതാണ് ഇപ്പോൾ ട്രെൻഡ്. ആൺകുട്ടികൾക്ക് ഒരിടയ്ക്ക് ഭയങ്കര ഇച്ചിരി ഷാബ്ലി ഡ്രസ്ഡ് ആയിരുന്നു, അതായിരുന്നു ഫാഷൻ. ഇപ്പം അതൊന്നും മാറിയിട്ടുണ്ട്. ഇപ്പം നല്ല ട്രിം ചെയ്ത് അറബിക് സ്റ്റൈലിലുള്ള ബിയേർഡും ഫെയ്ഡിങ് ബിയേർഡും അങ്ങനത്തെയൊക്കെ, അത് കുറച്ചും കൂടെ കാണുമ്പോൾ ഒരു പ്ലെസന്റ് ആണ്. മറ്റത് നമുക്ക് ഇവരെല്ലാരും കഞ്ചാവ് വലിച്ച് നടക്കുന്നവരാണ് അതാണ് മെയിൻ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം. അങ്ങനെ തോന്നുമായിരുന്നു ഒരിടയ്ക്കത്തെ. യെസ്, ഒരു 5 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 2 വർഷം മുന്നേ വരെയുള്ള ഒരു ട്രെൻഡ് അങ്ങനത്തെ ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ട്രെൻഡ്സ് കീപ് ചേഞ്ചിങ് ഫ്രം ടൈം ടു ടൈം. ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ബ്രാൻഡഡ് ഷർട്ട്സ് അല്ലെങ്കിൽ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മാത്രമേ ആ ഫാഷൻ വരത്തുള്ളൂ. പക്ഷേ ആക്ച്വൽ ട്രൂത്ത് ഇസ് യു ഡോണ്ട് ഹാവ് ടു വെയർ ബ്രാൻഡ്സ് ടു ലുക്ക് ഗുഡ്. അതിനെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ. സോ വാട്ട് ആർ മെൻ ഡൂയിങ് റോങ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുക. അതായത് വെൽ ക്ലീൻഡ്, അതായത് വാഷ്ഡ് ആയിരിക്കണം, പ്രോപ്പർലി അയൺഡ് ആയിരിക്കണം. നമുക്ക് അങ്ങനെയുള്ളവരോടല്ലേ ഇംപ്രഷൻ തോന്നുന്നത്. അപ്പം നമ്മളും അങ്ങനെ നടന്നാലാണ് നമ്മളെയും ആൾക്കാർ കുറച്ച് നല്ല ഓക്കെ നീറ്റാണ്, ക്ലീനാണ്, ഹൈജീനിക് ആണ് എന്നൊക്കെയുള്ളൊരു ഇത് വരുള്ളൂ, പ്രൊഫഷണൽ ആണ് എന്നൊക്കെ തോന്നത്തുള്ളൂ. ദെൻ ഫിറ്റ് ആൻഡ് ഫാബ്രിക്, ദാറ്റ് ഈസ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ബ്രാൻഡൊക്കെ വരുന്നത് വേറൊരു തരത്തിൽ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ബ്രാൻഡിനെക്കാട്ടിയൊക്കെ ഇമ്പോർട്ടൻറ്റ് നല്ല ഫാബ്രിക് ആയിരിക്കണം, നല്ലൊരു ഫിറ്റ് ആയിരിക്കണം, പ്രോപ്പർലി. നമ്മളിപ്പം ചേട്ടൻ്റെ ഉടുപ്പ് അനിയനിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് എത്ര നല്ല ബ്രാൻഡാന്ന് പറഞ്ഞാലും ഇറ്റ് വോണ്ട് ലുക്ക് വെരി ഇംപ്രസീവ്. പക്ഷേ എൻ്റെ അളവിൽ തയ്ച്ച ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഞാൻ പോയി ഇട്ട് നോക്കി. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൽ വരുന്ന ചെറിയൊരു പ്രശ്നവും അവിടെയാണ്. ഓൺലൈൻ നമ്മൾ ഷോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരിക്കത്തില്ല ഈ ഫാബ്രിക് ആക്ച്വലി ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഫിറ്റും നമുക്ക് കറക്റ്റ് ആണോന്നില്ല. അതിനകത്ത് മോഡൽ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്, അപ്പോൾ ഞാൻ ഇട്ടാലും ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്യും. പക്ഷേ എനിക്ക് ആ മോഡലിൻ്റെ ഫിഗർ ആയിരിക്കണമെന്നില്ലല്ലോ, അപ്പോൾ എനിക്കത് ചേരണമെന്നില്ല. അപ്പം ഫിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പ്രോപ്പർ ഫിറ്റിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കോംപ്ലിമെൻറ്റിങ് ആയിരിക്കണം. കളേഴ്സും മെറ്റീരിയലും പ്രിൻറ്റും ഒക്കെ, അതൊക്കെ കൂടെ ഒന്ന് ഒത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ യു വിൽ ലുക്ക് ഒരു ക്ലാസി, എലിഗൻറ്റ് അല്ലെങ്കിൽ സ്റ്റൈലിഷ് ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കണമെന്നോ ബൂട്ട്സ് ഇട്ടുകൊണ്ട് നടക്കണമെന്നോ ഒന്നുമില്ല. ഈ ഫിറ്റ് കേരളത്തിൽ പൊതുവെ നമ്മുടെ മലയാളികൾ പല പല ബോഡി ടൈപ്പിലുണ്ട്. ഇൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2-3 ബോഡി ടൈപ്പ് എടുത്തിട്ട് ഈ ബോഡി ടൈപ്പിനെ എങ്ങനെ, ഏത് ഫിറ്റ് ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ആകുക എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? ജനറലി പറയുകയാണെങ്കിൽ ഇപ്പം കേരളത്തിലെ മെൻ കുറച്ചുകൂടെ ഡസ്കി കോംപ്ലക്ഷനാണ്, കുറച്ചുകൂടെ ബ്രോഡ് ഫ്രെയിമാണ്. മലയാളികൾ പൊതുവെ കുറച്ച് ബ്രോഡാണ് അല്ലേ. കുറച്ച് സൈസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ വലിയ പ്രിൻ്റുള്ള ഷർട്ടുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. കുഞ്ഞു പ്രിൻ്റൊക്കെ ഫൈൻ. മമ്മൂക്കയൊക്കെ ഇടുന്ന ചില പ്രിന്റഡ് ഷർട്ട്സ് ഒക്കെ കണ്ടുകൊണ്ട് കുറച്ച് വണ്ണം ഉള്ളവരൊക്കെ അതേപോലത്തെ ഇടുമ്പോഴേക്കും ദേ ലുക്ക്
വലിയ പ്രിന്റ്സിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. ലേഡീസിന്റെ സാരീസിലാണെങ്കിൽ പോലും വലിയ പ്രിന്റുകൾ വരുമ്പോഴത്തേന് ദാറ്റ് വിൽ മേക്ക് അസ് ലുക്ക് ബ്രോഡർ. ചെറിയ പ്രിന്റുകൾ, വെർട്ടിക്കൽ സ്ട്രൈപ്സ്, അതൊക്കെ നമുക്ക് ചേരുന്ന. പിന്നെ വേറൊരു സംഗതി, മലയാളിയുടെ ഏറ്റവും ഫേവററ്റ് ആണ് ചെക്സ്. ലതാജിക് ചെക്സ് എന്നാണ് ഞാൻ അതിന്റെ പേരിട്ടിരിക്കുന്നത്. ചെക്സ് ഇടുമ്പോൾ തന്നെ ഒരു മടിയൻ ലുക്ക് വരും. പ്രത്യേകിച്ചും ഈ ലുങ്കിയിലൊക്കെ കാണുന്ന പഴയ മദ്രാസ് ചെക്സ് എന്ന് പറയുന്ന വലിയ ചെക്സ് ഉണ്ടല്ലോ, കള്ളിമുണ്ട് വലിയ ചെക്സ്, അങ്ങനത്തെ ഷർട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ എനിക്കറിയാവുന്ന ചില ആക്ടേഴ്സ് ഉണ്ട്, അവാർഡൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ പോലും ഒരു ലൂസ് ഫിറ്റിംഗ് ചെക്ക് ഷർട്ടൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്നിട്ട് കറക്റ്റ് ചെയ്യുമായിരുന്നു, അങ്ങനെ ചെയ്യരുത്, സോളിഡ് കളേഴ്സ് യൂസ് ചെയ്യുക, ബ്ലാക്ക് ഓർ വൈറ്റ് ആണെങ്കിൽ ഒന്നും കൂടെ സേഫ്, പ്ലേയിങ് സേഫ് വിത്ത് ബ്ലാക്ക് ഓർ വൈറ്റ്, അങ്ങനെ ഒരു ഇത്. അല്ലെങ്കിൽ സോളിഡ് ഒറ്റ കളറിൽ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു റിഫൈൻഡ് ലുക്ക് കിട്ടും നമുക്ക്, ഒരുപാട് എഫേർട്ട് ഇടാതെ കൊണ്ട് തന്നെ. ചെക്സ് ഇടുമ്പോഴേക്കും ഒരു മടിയൻ ലുക്ക് വരും. അതുപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് ഗ്രൂംഡ് ആയിട്ട് വെക്കുമ്പോൾ തന്നെ അതൊരു പോസിറ്റീവ് ഇംപ്രഷനാണ്. ആ ഫസ്റ്റ് ഇംപ്രഷൻ, ഒരു പോസിറ്റീവ് ഇംപ്രഷൻ കൊടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അത്യാവശ്യം വെൽ ഗ്രൂംഡ് ആയിട്ട് വെൽ പ്രസന്റഡ് ആണെന്നുണ്ടെങ്കിൽ തന്നെ വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ എന്ന് പറഞ്ഞ പോലെയാ. നമ്മളവിടെ ഒരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞു. ഒരു വ്യക്തിയുടെ മനസ്സിൽ നമ്മളൊരു പോസിറ്റീവ് അക്കൗണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇറ്റ് ഈസ് ഈസിയർ ഫോർ അസ് ടു ബിൽഡ് ഓൺ ദാറ്റ്. സജഷൻ പറയാനാണ്, ഇപ്പൊ ഞങ്ങൾ എന്ന് സ്റ്റൈൽ ചെയ്യാനായിട്ടാണെങ്കിൽ വാട്ട് വിൽ യു റെക്കമെൻഡ്? വാം കളേഴ്സ് ആയിരിക്കും കൂടുതൽ സൂട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഒരു വാം അണ്ടർടോൺ ആണ്. ഇപ്പോൾ രണ്ടു പേർക്കും അതെ, നമുക്ക് എല്ലാവർക്കും ഒരു വാം അണ്ടർടോൺ ആണ്. ചിലർക്ക് ഒരു കൂൾ അണ്ടർടോൺ ആയിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ വെയിൻ്റെ കളറാണ് ഏറ്റവും ഈസിലി കണ്ടുപിടിക്കാനായിട്ട്. വെയിൻ കൂടുതൽ ഗ്രീനിഷ് ആണെന്നുണ്ടെങ്കിൽ വാം അണ്ടർടോൺ ആണ്. അത് കൂടുതലും ബ്ലൂയിഷ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് കളറിലെ വെയിൻസ് നമുക്കുണ്ട്. ബട്ട് ദെൻ മെജോറിറ്റി ഓഫ് ദ വെയിൻസ് ഇഫ് ഇറ്റ് ഇസ് ബ്ലൂ കളേർഡ് വെയിൻസ് ആണെങ്കിൽ കൂൾ അണ്ടർടോൺ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു പിങ്കിഷ് ടിൻ്റ് ആണെങ്കിൽ അത് കൂൾ അണ്ടർടോൺ ആയിരിക്കും മിക്കവാറും. യെലോയിഷ് ആണ്, നമുക്കൊക്കെ ഒരു ബേസ് യെല്ലോയിലോട്ട് ഡാർക്കർ ഓർ ലൈറ്റർ അങ്ങനെ വരികയാണ്. അത് വാം അണ്ടർടോൺ ഉള്ളവർക്ക് അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് വാം ഷെയ്ഡ്സ് ആയിരിക്കും. അപ്പോൾ ബ്ലൂവിന് തന്നെ വാമർ ബ്ലൂ ഉണ്ട്, കൂളർ ബ്ലൂ ഉണ്ട്. കൂൾ ബ്ലൂസ് സൂട്ട് ചെയ്യാനായിട്ട് സാധ്യത കുറവാണ്. അതേസമയം വാം ബ്ലൂ ആണെങ്കിൽ അത് സൂട്ട് ചെയ്യും, ഡാർക്ക് ആയാലും ലൈറ്റ് ആയാലും. ആക്ച്വലി നമ്മുടെ നാട്ടിലൊരു മിസ്കോൺസെപ്ഷൻ ഉണ്ടായിരുന്നു, പേസ്റ്റൽ കളേഴ്സ് നമ്മുടെ മലയാളികൾക്ക് ചേരുകയല്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒക്കെ കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന ബ്രൈറ്റ് കളേഴ്സ് ഇട്ടിട്ടാണ് എല്ലാവരും. പ്രത്യേകിച്ചും കുറച്ച് ഡസ്കി കോംപ്ലക്ഷനും കൂടി ആണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സേ ഇടുകയുള്ളൂ. അവരുടെ വിചാരം അവർക്ക് അതാണ് ചേരുന്നതെന്നുള്ളതാണ്. അങ്ങനെയല്ല, പേസ്റ്റൽ ഷെയ്ഡ്സും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ബ്ലാക്ക് പൊതുവെ എല്ലാവർക്കും സൂട്ട് ചെയ്യുന്നൊരു കളറാണ്. ബ്ലാക്കിനകത്ത് തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട്. ചില ബ്ലാക്ക് ഭയങ്കര പിച്ച് ബ്ലാക്ക് ആയിരിക്കും, ഒട്ടും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള ബ്ലാക്ക് ഇടുമ്പോഴത്തേന് നമ്മൾ കുറച്ച് സ്ലിമ്മറായിട്ട് തോന്നുവേ, വണ്ണം കുറവ് തോന്നും. പക്ഷേ ഒട്ടും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാത്തപ്പം അത് ചിലപ്പോൾ നമ്മുടെ സ്കിൻ ടോണിനെ ഒന്ന് ഡിമ്മാക്കും. എല്ലാവർക്കും അല്ല കേട്ടോ, ചിലർക്ക് റിഫ്ലക്റ്റ് ചെയ്യാത്തതാണ് നല്ലത്. അതുപോലെ തന്നെ വൈറ്റ്സിലും ഉണ്ട്, പല ഷെയ്ഡ്സ് ഉണ്ട്. ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയില്ലേ, യെല്ലോ കയറിയ വൈറ്റ് ഉണ്ട്, പിങ്ക് കയറിയ വൈറ്റ് ഉണ്ട്, ഗ്രേയും ബ്ലൂ ഒക്കെ കയറിയ വൈറ്റ് ഉണ്ട്. അത് കൂളാണ്. വേറെ യെല്ലോ, ഐവറി അങ്ങനത്തെ ഒക്കെ ചെറുതായിട്ട് മിക്സ് വരുന്ന വൈറ്റ് എന്ന് പറയുന്നത് ദേ ആർ വാം ഷെയ്ഡ്സ് ഓഫ് വൈറ്റ്. അപ്പം നമ്മളുടെ വാം അണ്ടർടോൺ ഉള്ളവർക്ക് വാം ഷെയ്ഡ്സ് ആയിരിക്കും നമുക്ക് ഒന്നും കൂടെ. ഭയങ്കര പ്യോർ വൈറ്റ് വേണം ചിലർക്ക്, പക്ഷെ ആ പ്യോർ വൈറ്റ് ചിലപ്പോൾ അവർക്ക് സൂട്ട് ചെയ്യത്തില്ല. വൈറ്റിന് തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം നമ്മളുടെ അണ്ടർടോൺ അനുസരിച്ച് നമ്മൾ അയ്യോ അതൊക്കെ എങ്ങനെ മനസ്സിലാക്കും എന്ന് നമുക്ക് തോന്നും. ഞാൻ അങ്ങനെ അധികം ഓൺലൈൻ ഷോപ്പിംഗ് പ്രൊമോട്ട് ചെയ്യാറില്ല. അതിൻ്റെ ഒരു റീസൺ ഇതാണ്, നമുക്ക് ഷെയ്ഡ് അറിയാമെങ്കിൽ, ഇപ്പം ലിപ്സ്റ്റിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡ് അറിയാമെങ്കിൽ നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചോ ഒരു കുഴപ്പമില്ല. പക്ഷെ വെൻ യു ട്രൈയിങ് സംതിങ് ഫോർ ദ ഫസ്റ്റ് ടൈം യു ഷുഡ് ട്രൈ ഇറ്റ് ഔട്ട് ഫിസിക്കലി. ഷർട്ട്സിൻ്റെ ഒക്കെ കളേഴ്സൊക്കെ ആണെങ്കിൽ പോലും പലപ്പോഴും വരുന്നത് നമ്മൾ ഓൺലൈൻ കണ്ടിട്ട് ഓർഡർ ചെയ്ത് കഴിയുമ്പം ഉദ്ദേശിക്കുന്ന ഷെയ്ഡ് ആയിരിക്കണം എന്നില്ല. ആ ലൈറ്റിങ്ങിലും ഒക്കെ വരുന്ന ഷെയ്ഡ് നമുക്ക് കൈ കിട്ടുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഷെയ്ഡാവണമെന്നില്ല. അപ്പം ബ്ലൂസ്, ഗ്രീൻസ്, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പല ഷെയ്ഡ്സ് വരും. വെച്ച് നോക്കിയാൽ ഏകദേശം അറിയാം. നമ്മുടെ സ്കിന്നിലോട്ട് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏതായാലും നമുക്ക് ഒക്കെ വാം അണ്ടർടോൺ ഉള്ളത്. അതിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നുണ്ടോ അതോ അതിനെ ഒന്ന് ഡിമ്മാക്കി കളയുന്നുണ്ടോ? ഔട്ട്ഫിറ്റുകൾ ഇപ്പോൾ ഓരോരുത്തർക്ക് ഈ ഒരു അവസരത്തിൽ ചേരുന്ന എന്താണ്?
ഏത് ഔട്ട്ഫിറ്റ് ആയിരിക്കും എന്നുള്ളത്. നിങ്ങൾ കുറച്ചൊരു ക്രിയേറ്റീവ് പ്രൊഫഷനിലാണ്, യു ക്യാൻ ഈവൻ വെയർ എ ടീഷർട്ട് ആൻഡ് ഗോ ഫോർ വർക്ക്. 9 to 5 ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഫോമൽ ഷർട്ട് അല്ലെങ്കിൽ ഒരു സെമി ഫോമൽ ഷർട്ട്, പക്ക ഫോമൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു രീതി അല്ലാത്തത് കൊണ്ട് ഒരു സെമി ഫോമൽ ഷർട്ട്, ബട്ടൺ ഡൗൺ കോളറൊക്കെ ഉള്ളതൊക്കെ സെമി ഫോമലിൽ പെടും. ടൈ ഒന്നും ഇടാണ്ടാത്തവർക്കാണ് ബട്ടൺ ഡൗൺ കോളറൊക്കെ ഉള്ള ഷർട്ട് യൂസ് ചെയ്യാം. ഫുൾ സ്ലീവ് ആയിരിക്കും ഐഡിയൽ ഫോർ എ ഫോമൽ ലുക്ക്. പക്ഷേ ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ്, ഒരുപാട് ഡാർക്ക് കളേഴ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ എപ്പോഴും 9 to 5 ജോബിന് നല്ലതായിരിക്കും. ചെറിയ ചെക്സ്, പിൻ സ്ട്രൈപ്സ്, വലിയ ചെക്സ് നേരത്തെ പറഞ്ഞ പോലെ അതൊരു ലതാജിക് ലുക്ക് തരുന്നത് കൊണ്ട് നമ്മളിവിടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിനെയും ഒക്കെ നമുക്ക് കാണാൻ വലിയ ചെക്സ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ടൈ ഒക്കെ ഇട്ടിട്ട് സൂട്ടിൻ്റെ കൂടെ വരെ ചെക്ക് ഷർട്ട് ഇടുന്ന ആളുകളുണ്ട്. പക്ഷെ അത് നമുക്ക് ചെറിയ പ്രായം മുതലേ ഇതേക്കുറിച്ചൊരു അവയർനെസ് കിട്ടുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇനിയിപ്പം ഇൻ്റർനെറ്റൊക്കെ ഇത്രയും ഈസിലി ആക്സസിബിൾ ആയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് ആളുകളുടെ അങ്ങനത്തെ ടേസ്റ്റ് ഒക്കെ മാറും. അതുപോലെ തന്നെ ട്രൗസേഴ്സ് ആയിരിക്കും ഒരു 9 to 5 ജോബിന് ഏറ്റവും നല്ലത്. പ്ലീറ്റഡ് ഫോമൽ ട്രൗസേഴ്സ് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ വുളൻ ഫാബ്രിക്കിലൊക്കെ വരുന്ന ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഫോമൽ, സൂട്ടിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യുന്നതാണ്. സെമി ഫോമൽ ട്രൗസേഴ്സ് ഉണ്ട്. നിവൃത്തി ഉണ്ടെങ്കിൽ യു ഷുഡ് വെയർ ഷൂസ് ആൻഡ് സോക്സ്. വാട്ട് കൈൻഡ് ഓഫ് ഷൂസ്? കംഫർട്ടബിൾ ആയിട്ടുള്ള 9 to 5 ജോബൊക്കെ ചെയ്യുമ്പോഴേക്കും കംഫർട്ട് വളരെ മുഖ്യമാണല്ലേ. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ആയിരിക്കണം. എല്ലാം ലേസപ്സ് തന്നെ വേണമെന്നില്ല, സ്ലിപ്പ് ഓൺ ഷൂസ് ആവാം. ലോഫേഴ്സിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിൽ സോക്സ്, നോ ഷോ സോക്സ് യൂസ് ചെയ്യണം. ഓരോ ടൈപ്പ് ഷൂസിൻ്റെ കൂടെയും ഓരോ ടൈപ്പിലെ സോക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഇടണം. ഇച്ചിരി തിക്കായിട്ടുള്ള സോക്സ് ആയിരിക്കും നല്ലത്. കാര്യം ഒത്തിരി സ്വെറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് സോക്സ്, തിൻ സോക്സ് ഒക്കെ ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്വെറ്റ് കൊണ്ട് നനഞ്ഞ് ഡിസ്കംഫർട്ട് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഷൂസിനകത്താണെങ്കിലും ആ ഒരു ഓർഡറൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി തിക്ക് സോക്സും അതിനനുസരിച്ചുള്ള ഷൂസും ആയിരിക്കും. സെയിൽസ് ജോബിലൊക്കെ ഒത്തിരി ബൈക്കിലൊക്കെ നടന്ന് ചെയ്യേണ്ട ജോബൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയും അത്യാവശ്യം ഫോമലായിട്ടുള്ള ഒരു സെമി ഫോമൽ ഡ്രസ്സിങ് ആയിരിക്കും നമുക്കൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ലേഡീസിനാണെങ്കിലും 9 to 5 ജോബൊക്കെ ചെയ്യുന്നവർക്ക് സൽവാറും ട്രൗസേഴ്സും ഒക്കെ ജീൻസ് കഴിവത് അവോയ്ഡ് ചെയ്യുക. 9 to 5 ജോബിൽ ജീൻസ് ദേ ആർ ആബ്സല്യൂട്ട്ലി കാഷ്വൽ. ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും വർക്കിൽ ജീൻസ് അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ എൻ്റെ മോനൊക്കെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ അവർക്ക് ജീൻസോ ടീഷർട്ടോ ഒക്കെ വെയർ ചെയ്യാം. ഫ്രൈഡേ ഡ്രസ്സിങ് നമ്മുടെ അലൻ സോളി പണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു, നമ്മുടെ നാട്ടിൽ ഫ്രൈഡേ ഡ്രസ്സിങ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത് അലൻ സോളിയാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പം ദെൻ അന്നൊന്നും ടീഷർട്ട്സ് ആരും അങ്ങനെ വർക്കിൽ യൂസ് ചെയ്യാറില്ല. ഇപ്പം യങ്സ്റ്റേഴ്സ് വന്നു, ജനറേഷൻ മാറി, ടൈംസ് മാറി. അപ്പം ഫ്രൈഡേ സാറ്റർഡേസ് ഒക്കെ വർക്കിലാണെങ്കിലും ടീഷർട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം കംഫർട്ടബിൾ ആയിരിക്കണം നമ്മുടെ വർക്ക് വെയർ. എസ്പെഷ്യലി ഫുഡ് വെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഫോമൽ ട്രൗസേഴ്സിൻ്റെ കൂടെ സ്നീക്കേഴ്സ് പെയർ ചെയ്യുന്നു, സൂട്ടിൻ്റെ കൂടെ വരെ സ്നീക്കേഴ്സ് പെയർ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, ബ്രൈഡ് ഗ്രൂംസ് ഒക്കെ പോലും. പക്ഷേ ദാറ്റ് ഇസ് എ റോങ്. സ്നീക്കേഴ്സ് എപ്പോഴും കാഷ്വൽ ആണ്, വാക്കിംഗ് ഷൂസ് ആണ്. അതൊരിക്കലും ഫോമലായിട്ടുള്ള ട്രൗസേഴ്സിൻ്റെ കൂടെയോ ഒന്നും പെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അറ്റ് ദ സെയിം ടൈം വി ഗെറ്റ് സെമി ഫോമൽ ആയിട്ടുള്ള ഷൂസ്, കംഫർട്ടബിൾ ആയിട്ടുള്ളത് നമുക്കിപ്പോൾ പല സ്റ്റൈൽസിലേതും അത് യൂസ് ചെയ്യാം. അപ്പം മെന്നിന് അങ്ങനെ. ലേഡീസിന് സൽവാറാണെങ്കിലോ, സൽവാറിലാണെങ്കിലും ഇപ്പം ഒരു ഓഫീസ് വെയറിനൊക്കെ നമ്മൾ കുറച്ച് വൈഡ് നെക്കൊക്കെ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എംബ്രോയിഡറി ഒക്കെ ഉള്ള അതിനെക്കാട്ടിയൊക്കെ നല്ലത് കോളേർഡ് ആയിട്ടുള്ള കുർത്തീസും പ്ലസൻറ്റ് കളേഴ്സ് ആയിരിക്കണം. ഒത്തിരി വൈബ്രൻറ്റ് കളേഴ്സും പ്രിൻസും ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് സട്ടിലായിട്ടുള്ള കളേഴ്സും ഒരുപാട് പ്രിൻറ്റുകളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ആ ഒരു ഫോർമാലിറ്റിയുടെ ലെവൽ കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സാരീസിലാണെങ്കിലും കൊച്ചു പ്രിൻറ്റുകൾ, സൽവാസിലുമൊക്കെ കുഞ്ഞു പ്രിൻറ്റുകൾ നല്ലതായിരിക്കും. പക്ഷെ വലിയ ബോൾഡായിട്ടുള്ള പ്രിൻറ്റുകൾ അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ നെയിൽ പോളിഷൊക്കെ ഭയങ്കര ബ്രൈറ്റ് റെഡ്, മെറൂൺ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒരു ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ് നെയിൽ പോളിഷൊക്കെ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിലൊന്നും കൂടെ ഒരു അപ്രോപ്രിയേറ്റ് ആയിരിക്കുന്നത്. പാർട്ടീസിലൊക്കെ നമുക്ക് ബ്രൈറ്റ് കളേഴ്സ്, റെഡോ അല്ലെങ്കിൽ വലിയ ഇപ്പം ഭയങ്കര ട്രെൻഡാണല്ലോ, ലേഡീസ് എല്ലാവരും നെയിൽ ആർട്ടൊക്കെ ചെയ്ത് ജെൽ നെയിൽ എക്സ്റ്റൻഷനൊക്കെ
ജെൽ നെയിൽസ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഊരി മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുമ്പം വർക്കിംഗ് വിമൻ ആണെന്നുണ്ടെങ്കിൽ വർക്കിന് കൺവീനിയൻ്റ് ആയിട്ട്, ഇപ്പോൾ IT പ്രൊഫഷണൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലോങ് നെയിൽസ് ഒക്കെ വെച്ചിട്ട് അവർക്ക് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട പോയിന്റ്സ് ആണ്. നമ്മൾ ഫുട്വെയർ ആണെങ്കിൽ ഫുട്വെയർ ആണെങ്കിലും ഹീൽസ് വരുമ്പോഴത്തേക്കിനും ഒരു ഫോമൽ ലുക്ക് നമുക്ക് കൊണ്ടൊരു സ്റ്റൈലിഷ് ആകും ഹീൽസ് ഇടുമ്പം. പക്ഷേ അറ്റ് ദ സെയിം ടൈം സ്റ്റിലറ്റോസ് പോയിന്റഡ് ഹീൽസ് ഇടാതെ കണ്ട് ലോങ് ഡേ അല്ലേ, നമുക്ക് ലോങ് വെയറിന് വേണ്ടുന്ന സാധനം ആയത് കാരണം ബ്ലോക്ക് ഹീൽസ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഹീൽസ് ആയിരിക്കും നല്ലത്. അതല്ലെന്നുണ്ടെങ്കിൽ ഹീൽസ് കുറവുള്ള വെഡ്ജസും ഫ്ലാറ്റ്സ് ഇടുമ്പോൾ നമ്മുടെ നടപ്പിനൊന്നും ഒരു സ്റ്റൈല് വരികയില്ല. കുറച്ചുകൂടെ സ്റ്റൈലായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹീലുള്ളതാണെങ്കിൽ അത് കുറച്ച് നന്നായിരിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ലുക്ക് മോർ സ്റ്റൈലിഷ്, ടു വാക്ക് മോർ സ്റ്റൈലിഷ്. ആക്സസറീസിന്റെ കാര്യത്തിൽ എന്തൊക്കെ യൂസ് ചെയ്യാം മെൻ ആൻഡ് വിമൻ? മെന്നിനാണെങ്കിൽ മിനിമൽ ആക്സസറീസ്, വാച്ച് പ്രൊഫഷണൽ ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റിങ്സ് ഒക്കെ ആണെങ്കിലും ഒരുപാട് റിങ്സ് ഇടാതെ കണ്ട് മിനിമലായിട്ട് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഈവൻ ഫോർ മെൻ ആൻഡ് ഫോർ വിമൻ. മെന്ന് ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ നോർമലായിട്ടുള്ള ഒരു 90s അത് അത്ര ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല, എസ്പെഷ്യലി ഓഫീസിലേക്കൊക്കെ അങ്ങനെ ആരും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് ഫാൻസി ആവാതിരിക്കുക, മിനിമൽ ആയിരിക്കുക. വിമൻ ആണെന്നുണ്ടെങ്കിൽ ഡാംഗ്ലിങ് ഇയറിങ്സ്, ഡിസ്ട്രാക്ട് ചെയ്യുന്ന സംഗതികൾ ഒഴിവാക്കുക. കൈ നിറയെ വളയിടുന്നത്, ഡാംഗ്ലിങ് ഇയറിങ്സ് ഇടുന്നത്, അല്ലെങ്കിൽ ഭയങ്കര കിലുങ്ങുന്ന നെക്ലസസ് ഇടുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് അവോയ്ഡ് ചെയ്തിട്ട് ഒരു ഫോമൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കീപ്പ് ഇറ്റ് സിമ്പിൾ. ചിലർക്ക് സ്റ്റഡ് ചേരുകയല്ല, അവർക്ക് ചെറിയൊരു ഡ്രോപ്സ് ഇടാം, ഒരു ചെറിയ മാല. ട്രൈ ടു കീപ്പ് ഇറ്റ് സിമ്പിൾ. അതായിരിക്കും കുറച്ചും കൂടി ഒരു എലിഗൻറ്റ് ആൻഡ് മോർ പ്രൊഫഷണൽ ലുക്ക് തരുന്നത്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു എലിഗൻസ് ഉണ്ട്. പീപ്പിൾ വിൽ സ്റ്റാർട്ട് ടേക്കിംഗ് അസ് മോർ സീരിയസ്ലി. മറ്റത് ഈ നമ്മുടെ ഒരു സമൂഹത്തിന് എനിക്ക് ഒരുങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ മറ്റൊരാളെ നോക്കുമ്പോൾ ഉഫ്, ഇവർക്ക് ജോലിയിലൊന്നും അല്ല താല്പര്യം, ഇതിലൊക്കെയാണ് എന്നൊരു ഇംപ്രഷനും കൊടുക്കരുത്. അറ്റ് ദ സെയിം ടൈം ഇവരുടെ പേഴ്സണൽ ഗ്രൂമിങ്ങിലോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്ങിലോ ഒട്ടും കെയർ ചെയ്തിട്ടില്ല. അപ്പം ഷീ വിൽ ബി ലൈക്ക് ദാറ്റ് ഇൻ ഹർ വർക്ക് ഓൾസോ എന്നുള്ളൊരു ധാരണയും കൊടുക്കാതെ കണ്ട് ഡീസൻ്റ് ആയിട്ടുള്ളത് സോളിഡ് കളേഴ്സ് ഫോമൽ ഇതിൽ നന്നായിരിക്കും. എനിക്ക് ടീഷർട്ട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ഏതൊക്കെ സിറ്റുവേഷനിൽ ടീഷർട്ട് ഒരിക്കലും ഇടരുത്? വളരെ ഫോമൽ മീറ്റിംഗ്സിൽ ടീഷർട്ട് ഇടരുത്. ഒരു പോളോ ടീഷർട്ട്, റൗണ്ട് ടീഷർട്ട് ക്രിയേറ്റീവ് ആൾക്കാർ ഒത്തിരി ഇടുന്നതാണ്. റൗണ്ട് ടീഷർട്ട് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പടലിയൊക്കെ കുറച്ച് വണ്ണം ഉണ്ടെങ്കിൽ റൗണ്ട് ടീഷർട്ട് അധികം ചേരുകയില്ല. ഈ ഒരു ഓപ്പണിങ് വരുമ്പോൾ സ്കിന്നിന് ഇവിടെ കുറച്ച് കാണുമല്ലോ, അതായിരിക്കും കുറച്ചും കൂടെ സ്ലിമ്മിങ് ലുക്ക് തരുന്നതും. പോളോ ടീഷർട്ട് പോളോ ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് ബട്ടൺ അപ്പ് ചെയ്ത് ടൈയും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പടലി ഭയങ്കര ഷോർട്ടായ പോലെ തോന്നും. വേറസ് വെൻ യു ലീവ് എ ബട്ടൺ ഓർ ടു ഓപ്പൺ, അവിടെ ആ സ്കിൻ ആ വി ഷേപ്പിൽ എക്സ്റ്റെൻഡഡ് ആയിട്ട് കാണുമ്പോഴേക്കും യുവർ ഫേസ് വിൽ ഓൾസോ ലുക്ക് സ്ലിമ്മർ, നെക്ക് വിൽ ഓൾസോ ലുക്ക് സ്ലിമ്മർ. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് തരും. ഈ കോൺഫിഡൻസിലാണല്ലോ ഭംഗിയല്ല ഇരിക്കുന്നത്. ഞാൻ അബുദാബി എയർപോർട്ടിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇക്കോണമി ഫുള്ളി ബുക്ക്ഡ് ആണെങ്കിൽ ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും ഒക്കെ സീറ്റ്സ് അവൈലബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ സൂട്ടബിൾ ഫോർ അപ്ഗ്രേഡ് കമൻറ്റ് ഇടും. അപ്പോൾ ഈ അപ്ഗ്രേഡ് കമൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയുള്ളവർക്കാണെന്നറിയോ? അത്യാവശ്യം നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്നവർക്കാണ്. ഞങ്ങൾക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ, ജീൻസ് ഇട്ടിരിക്കുന്നവർക്ക് സൂട്ടബിൾ ഫോർ അപ്ഗ്രേഡ് കൊടുക്കരുത്, ഷോർട്ട്സ് ഇട്ട് വന്നിരിക്കുന്നവർക്ക് കൊടുക്കരുത്, ഇൻഫൻസുമായിട്ട് വരുന്നവർക്ക് കൊടുക്കരുത്. ബിക്കോസ് സൈഡിലിരിക്കുന്ന പാസഞ്ചർക്ക് അത് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അവർ സ്പെസിഫിക്കലി കുട്ടികളെ മീൻസ് ഇൻഫൻസ് ഇല്ലാത്ത സീറ്റ് നോക്കി എടുക്കുന്നത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അറിയാതെ കൊണ്ട് അങ്ങനെ ചെയ്ത്. അതല്ലാതെ കൊണ്ട് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള വെൽ മാനേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ കമൻറ്റ് ഇടുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബോഡി ഷേമിങ് ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ലൈക്ക് ഒരുപാട് പേര് ബോഡി ഷേമിങ്ങിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവരുടെ ടൈപ്പ് അവർക്ക് മാറ്റാൻ പറ്റാത്ത അവസരത്തിൽ ഹൗ ക്യാൻ യു ഹെൽപ്പ് ദം ടു ബിക്കം മോർ കോൺഫിഡൻറ്റ്? അത് ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഈ ഒരു അവർ ഇടുന്ന ഉടുപ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ബോഡി ടൈപ്സ് അനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്നത്, നമ്മുടെ ബോഡി ടൈപ്പ് എങ്ങനെയുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക്, എനിക്ക് ഇച്ചിരി അത്യാവശ്യം വണ്ണമുണ്ട്, അപ്പോൾ ഞാനൊരു ക്ലോസ് നെക്ക് ആയിട്ടുള്ളൊരു ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ, റൗണ്ട് നെക്ക് ടോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ വീതി തോന്നും.
അതേസമയം നെക്ക് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പിലെ ഡ്രസ്സിങ് ആണ്. ഷർട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോളർ വരുമ്പോഴത്തേക്കിന് കുറച്ച് ഓപ്പൺ ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വണ്ണക്കുറവ് തോന്നും. അതുപോലെ തന്നെ സിംഗിൾ കളർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വണ്ണം തോന്നും. അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില ഔട്ട്ഫിറ്റ്സ് കണ്ടിട്ടില്ലേ, പാനൽസ് പോലെ രണ്ട് സൈഡിലും കുറച്ചുകൂടെ ഡാർക്ക് കളേഴ്സ് വരും, നടുക്ക് വേറൊരു ഹൈലൈറ്റ് കളർ കാണും. അപ്പോൾ അതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വണ്ണം കുറവ് തോന്നിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് കളേഴ്സ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കുറവാണ്. കൂടുതലും വണ്ണമുള്ളവർ ബ്ലാക്ക് പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ അതാ. എപ്പോഴും മൊണോട്ടണസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കളർഫുൾ എലമെന്റ്സ് ആഡ് ചെയ്യാം. ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സൽവാറിൻ്റെ കൂടെ ഒരു കളേർഡ് ആയിട്ടുള്ള റെഡ് ദുപ്പട്ട യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ദുപ്പട്ട ഒക്കെ ഇടുമ്പോഴേക്കാണെങ്കിൽ ഇങ്ങനെ വിരിച്ച് ബ്ലാങ്കറ്റ് വിരിച്ച പോലെ ഷോൾ ഇടാതെ കണ്ട് ഓരോരോ സ്റ്റൈലിൽ വേർട്ടിക്കൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വണ്ണക്കുറവ് തോന്നിക്കും വിഷ്വലി. പിന്നെ ക്യാമറ കാണുന്നത് ആരും വിശ്വസിക്കരുത്. ക്യാമറയിൽ എല്ലാവർക്കും ഉള്ളതിൻ്റെ ഇരട്ടി വണ്ണം തോന്നിക്കും. ചിലപ്പം നമ്മൾ ഈ ജാക്കറ്റ് ഇടുമ്പോൾ വണ്ണം കൂടുതൽ തോന്നിക്കും എന്ന് വിചാരിക്കത്തില്ലേ? തിക്ക മെറ്റീരിയലുള്ള ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കുള്ളതിനെക്കാട്ടി വണ്ണം കൂടുതൽ തോന്നിക്കും. പക്ഷെ കുറച്ച് വണ്ണം ഉള്ളവർ ചില ജാക്കറ്റ്സ് ഇടുമ്പോൾ അവരെ ഒന്നും കൂടെ സ്ലിമ്മായിട്ട് കാണുന്നതിൻ്റെ ഒരു റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് വിഷ്വലി വേർട്ടിക്കലി കട്ട് ചെയ്യുമല്ലേ, നടുക്ക് വരുന്ന ഭാഗം അതൊരു കളറ്, ജാക്കറ്റിന് രണ്ട് സൈഡിലും വേറെ കളർ വരുന്നു. അതിൽ ഇനിയും ഡീറ്റെയിലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും വിഷ്വലി കട്ട് ചെയ്യാണ്. അപ്പം ഒരൊറ്റ കളറിൽ ഇരിക്കുമ്പോഴത്തേക്കിന് നമുക്ക് കൂടുതൽ ഒരു വലിയ ബോർഡ് പോലെ തോന്നിക്കും. വേറെസ് അത് വെർട്ടിക്കലി കട്ടിങ്സ് വരും തോറും കുറച്ചുകൂടെ സ്ലിമ്മർ എഫക്റ്റ്. തീരെ മെലിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ കാല് ഒരുപാട് നീളം തോന്നാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് അത് വിഷ്വലി അതൊന്ന് കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഷോർട്ടറായിട്ട് തോന്നിക്കുമ്പോൾ കുറച്ചും കൂടെ വണ്ണം തോന്നും. പക്ഷെ സം പീപ്പിൾ ആർ വെരി കോൺഷ്യസ്, അവർക്ക് ഹൈറ്റും കൂടെ തോന്നിക്കണം. അങ്ങനെയുള്ളവരത് ചെയ്യണമെന്നില്ല. അപ്പോഴും ഈ ഷർട്ടിന്റെ കട്ടിങ് ഉണ്ടല്ലോ, അടിയിലത്തെ ടക്കിൻ ചെയ്യാത്തവരാണെങ്കിൽ, ഷർട്ട് പുറത്തിടുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തതിനെക്കാട്ടിലും ആപ്പിൾ കട്ട് എന്ന് പറയും, ഒരു യു ഷേപ്പിലെ കട്ട് വരികയല്ലേ, അങ്ങനത്തെ ഇടുമ്പോഴത്തേക്കിനെ കുറച്ചും കൂടെ ഹൈറ്റ് തോന്നിക്കും, വണ്ണം കുറവ് തോന്നിക്കും. അങ്ങനെയൊക്കെയുള്ള ഇതുവഴി നമുക്ക് ഒത്തിരി ആൾക്കാരുടെ കണ്ണി പൊടിയിടാം. ആക്ച്വലി അങ്ങനെ കുറയുന്നില്ല എന്ന് പറഞ്ഞാലും കാണുമ്പോൾ വിഷ്വലി ഒന്ന് സ്ലിം ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ സൈസായിട്ട് തോന്നാം. അതുപോലെ തന്നെ വണ്ണമുള്ളവർ ഒരു കാരണവശാലും വലിയ പ്രിന്റുള്ള ഷർട്ട്സോ ടീഷർട്ട്സോ യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ കോൺഫിഡൻസിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളത്, നമ്മൾ നിൽക്കുന്ന ഒരു പോസ്ചർ ആണെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു ആക്ഷൻ ആണെങ്കിലും ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെ നമുക്ക് പ്രശ്നങ്ങളെ ഫിക്സ് ചെയ്യാൻ പറ്റും? ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ABCDE പറയുകയാണെന്നുണ്ടെങ്കിൽ A സ്റ്റാൻഡ്സ് ഫോർ അപ്പിയറൻസ്. അപ്പിയറൻസിനകത്ത് ആദ്യം വരുന്നത് മെയിനായിട്ട് കാണുന്നത് നമ്മുടെ ഡ്രസ്സിങ്, പിന്നെ നമ്മുടെ ഗ്രൂമിങ്, മുടിയൊക്കെ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ടോ, ബിയേർഡൊക്കെ നന്നായിട്ട് ട്രിം ചെയ്തിട്ടുണ്ടോ, ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നീറ്റ് ആൻഡ് ടൈഡി ആണോ, അങ്ങനെയാണ് അവർ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്, പിന്നെ ബോഡി ലാംഗ്വേജ്, പോസ്ചറിലും ബോഡി ലാംഗ്വേജിലും ഒരാളുടെ കോൺഫിഡൻസ് അറിയാൻ പറ്റും. ഇപ്പോൾ തന്നെ ഞാൻ വളരെ ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞിരുന്നാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരാളെ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കാം ഒരു കുറച്ച് നെർവസ്, അത് നോട്ട് വെരി കംഫർട്ടബിൾ. അതുപോലെ തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് പുറകോട്ട് ചാരി ഇങ്ങനെ ഇരിക്കുമ്പോൾ അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല, നമ്മളിതൊക്കെ എത്ര കണ്ടതാ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ വരുന്നത്. ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് ഒരാളുടെ നെർവസ്നെസ്സും അല്ലെങ്കിൽ കോൺഫിഡൻസും ഒക്കെ മനസ്സിലാക്കും. പോസ്ചറും അതുപോലെ തന്നെ, നമ്മൾ എത്ര നല്ല ബ്രാൻഡഡ് ഔട്ട്ഫിറ്റ് ഇട്ടിട്ടും വളഞ്ഞു കുത്തിയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർന്നു. അതുപോലെ തന്നെ കയ്യും കെട്ടിയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി കയ്യും കെട്ടിയാണ് നിൽക്കുന്നത്, കുറച്ച് നേരമായിട്ട് നമ്മൾ ഒരാളെ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് എന്തോ ഒരു കാര്യം അവരോട്, അവിടെ വേറെ ആരും ഇല്ല, ഇയാളോടൊന്ന് ചോദിക്കണം, പക്ഷെ അയാൾ ഇങ്ങനെ കയ്യും കെട്ടി വളരെ സീരിയസ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് ആരും അപ്രോച്ച് ചെയ്യരുത് എന്നുള്ളൊരു മെസ്സേജാണ് അവിടെ കൊടുക്കുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. വാക്കുകൾ കൊണ്ട് കള്ളം പറയാം, പക്ഷെ ബോഡി ലാംഗ്വേജിൽ സത്യം പുറത്തു വരും. നമ്മൾ ആ ഒരു ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ മുന്നേ ഉഗ്രനായിട്ടുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ കണ്ണ് പറയും അത് ശരിക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ആ ഒരു കോൺഫിഡൻസിനെയും അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ, നെർവസ്നെസ്സിനെ ചിലർ കണ്ടിട്ടില്ല, ഇങ്ങനെ ഫിഡ്ജറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ചിലർ മൂക്കൈ പിടിക്കും, എപ്പോഴും മൂക്കയില്ല, ചിലരിങ്ങനെ തുടയ്ക്കുന്ന കാണാം. അപ്പം അതൊക്കെ
അവർക്കൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. നമ്മളറിയാതെ കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവും. നമ്മളത് കോൺഷ്യസ്ലി ശ്രദ്ധിക്കുന്നതല്ല. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ചില ആളുകളെ നമുക്ക് ആദ്യം കാണുമ്പോൾ തന്നെ നല്ലൊരു ഇമ്പ്രഷൻ ആയിരിക്കും അവരെക്കുറിച്ച് നമ്മൾ ഫോം ചെയ്യുന്നത്. ചില ആളുകളെക്കുറിച്ച് അങ്ങനെയല്ല. അവർ വളരെ നല്ല കാര്യങ്ങളായിരിക്കും നമ്മളോട് സംസാരിച്ചിട്ടുണ്ടാവുക, ഒത്തൻറ്റിക് ആയിട്ടായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. ബട്ട് എവിടെയോ ഒരു ഒരു ഇമ്പ്രഷൻ നമുക്ക് എന്തോ ഒരു വരുന്നില്ല, ട്രസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെയുള്ള അതുപോലെ തന്നെ ഐ കോണ്ടാക്ട്. നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് നമ്മുടെ കോൺഫിഡൻസും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടെങ്കിലാണ് നമുക്ക് കണ്ണി നോക്കി സംസാരിക്കാൻ പറ്റുള്ളൂ. അതില്ല, ഐ എം മൈസെൽഫ് നോട്ട് വെരി ഷുവർ അബൌട്ട് വാട്ട് ഐ എം ടോക്കിംഗ് എന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ണി നോക്കി സംസാരിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ കാണിക്കുന്ന, നമ്മുടെ ജെനുവിനിറ്റിനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ അതേഴ്സ് പെർസീവ് യു, അതാണല്ലോ നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, അപ്പം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോസ്ചറും ബോഡി ലാംഗ്വേജും ഒക്കെ. നമുക്കിപ്പോൾ ഒരു ഇമേജ് കോച്ച് എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിയുടെ ഇമേജ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ അവരുടെ അപ്പിയറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് 99% ഓഫ് ദ പീപ്പിൾ, ഈവൻ ഐശ്വര്യ റായെ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് പോലും അവരുടെ അപ്പിയറൻസിൽ എന്തെങ്കിലും കാര്യത്തിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. എനിക്കത് നന്നായിട്ട് മനസ്സിലാവും. എൻ്റെ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഞാൻ തീരെ മെലിഞ്ഞിട്ടായിരുന്നു, അതും എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്. ഇപ്പം വണ്ണം കൂടിയതാണ് ഇൻസെക്യൂരിറ്റി, എന്നാലും എപ്പോഴും നമുക്ക് ഉണ്ടാകും സം ഇൻസെക്യൂരിറ്റി. അത് നമ്മൾ ഒരിക്കലും നമ്മളിൽ 100% സംതൃപ്തരായിരിക്കത്തില്ല. ഇപ്പം മമ്മൂക്കയൊക്കെ പറയും സെൽഫ് ലവ് അല്ലേ, അങ്ങനെയുള്ള ആളുകളെ പോലും വി മൈറ്റ് ഫൈൻഡ് ദം വെരി അട്രാക്റ്റീവ്, പക്ഷെ നമ്മൾ തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ ക്രിട്ടിക്. നമ്മളുടെ ഡിഫക്റ്റ്, എൻ്റെ കണ്ണിനുണ്ടോ രണ്ട് ഷേപ്പ് അല്ലെങ്കിൽ 2 സൈസ്, കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ഇച്ചിരി വ്യത്യാസം ഉണ്ടോ, അലൈൻമെന്റ് അല്ല, ഇത് ശരിയല്ല, സിമെട്രി അല്ല. എല്ലാവർക്കും അങ്ങനെ ആർക്കും തന്നെ ഇല്ല, വളരെ ചുരുക്കമാണ് സിമെട്രിക്കൽ ആയിട്ടുള്ള ഫേസ്. ഒരു പക്ഷെ അത്ര ബ്യൂട്ടിഫുൾ ആവണമെന്നും ഇല്ല. ചെവിക്കൊരു ചെറിയ വളവുണ്ടോ തിരിവുണ്ടോ, ഇതൊക്കെ നമ്മൾ തന്നെ നോക്കി കണ്ടുപിടിക്കും നമ്മളുടെ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. ആ കോംപ്ലക്സ് മാറ്റാൻ പറ്റുന്ന, കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ കോൺഫിഡൻസ് ഒരുപാട് ബൂസ്റ്റ് ആവും. അവരിൽ തന്നെ, അവരുടെ സ്കിന്നിൽ തന്നെ അവർ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ കം അക്രോസ് ആസ് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ. അത് കഴിഞ്ഞിട്ടാണ് ചിലർക്ക് ചെറിയ സലൂൺ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ മതി സ്കിന്നിന് ഡ്രൈനെസ് മാറ്റാനോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അൺഈവൻ സ്കിൻ ടോൺ മാറ്റാനോ. അതുപോലെ തന്നെ ഫേസ് ഷേപ്പിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ഒക്കെ വരുമ്പോൾ തന്നെ അട്രാക്റ്റീവ് ആവും. ജെൻസിനാണെന്നുണ്ടെങ്കിൽ ബിയേർഡ് ഉണ്ടെങ്കിൽ അത്, ചിലർക്ക് ലോങ് ഫേസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും കൂടെ നീളം തോന്നിക്കുന്ന രീതിയിലുള്ള ബിയേർഡ് ചേരുകയില്ല. ഭയങ്കര കവിളുള്ളവർക്ക് ഇങ്ങനെ താത്തി ബിയേർഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കവിൾ ഒന്നും കൂടെ ചാടിയിരിക്കും. കവിളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവിൾ ഒന്നും കൂടെ ചാടിയതുപോലെ തോന്നും. പിന്നെ വരുന്നത് ബിഹേവിയർ. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ വരുന്നത് അപ്പിയറൻസിലാണെങ്കിൽ, പിന്നെ നമ്മളൊരു വ്യക്തിനെ കുറച്ചൊന്ന് അടുത്തറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് കാണാനൊക്കെ കൊള്ളാം, പക്ഷേ പെരുമാറ്റം തീരെ പോരാ. നല്ല വെൽ മാനേർഡ് ആയിരിക്കണം, നല്ല എറ്റിക്കറ്റ് ഉണ്ടായിരിക്കണം. ചിലരുണ്ട് ഭയങ്കര അനാവശ്യമായ ജാട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജാട ഇടുന്നതായിരിക്കത്തില്ല, ഒരു ഫസാഡായിരിക്കും. എന്തെങ്കിലും ഒരു കോംപ്ലക്സിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഈ ജാട ഇട്ടങ്ങ് നിൽക്കുകയാണെങ്കിൽ. എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ആ കുട്ടി എന്നോട് പറയുകയാണ് 5-6 വർഷമായിട്ട് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന, എന്നോട് ആരെങ്കിലും സമയം ചോദിച്ചാൽ പോലും ഞാൻ പറയില്ല എന്ന്. അതിൻ്റെ റീസൺ എന്തായിരുന്നു, ആ കുട്ടി ചിരിക്കുമ്പോൾ അതിൻ്റെ ചുണ്ടിൻ്റെ അടിയിൽ നിന്ന് സ്കിൻ ഇറങ്ങി വരുമായിരുന്നു. ഈ കുട്ടി ഇച്ചിരി ഡാർക്ക് സ്കിന്നാണ്. ഈ ചുണ്ടിൻ്റെ അടിയിൽ നിന്ന് വരുന്ന സ്കിന്നിന് പിങ്ക് നിറമാണ്. അപ്പോൾ ഈ പിള്ളേർ ബബിൾ ഗം ഒക്കെ ച്യൂ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കല്ലേ, അതുപോലത്തെ ഒരു ലുക്ക് വരും ഈ പിങ്ക് കളറിൽ ഇതിങ്ങനെ വിസിബിൾ ആകുമ്പോഴേക്കും. ഈ കൊച്ചിന് ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. അത് സംസാരിക്കുമ്പോഴും ഇങ്ങനെ പിടിച്ചിട്ടാണ് സംസാരിക്കുക. ആരെങ്കിലും ഒന്ന് പരിചയക്കാരെ കണ്ടാൽ പോലും ചിരിക്കാൻ പോലും മടിയാണ്. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമേ കുട്ടി ഒന്ന് ചിരിക്കത്ത് പോലും ഉള്ളൂ. അല്ലെങ്കിൽ ചിരിച്ചാൽ ഇത് കണ്ടാലോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഇത് കാണുമല്ലോ എന്നുള്ളത് കാരണം കുട്ടി അധികം ആരോടും സംസാരിക്കില്ല. എല്ലാവരുടെയും വിചാരം അത് ജാടയാന്നാ, പക്ഷെ ജാടയല്ലായിരുന്നു. അതെങ്ങനെ ഫിക്സ് ചെയ്തത്? കോസ്മെറ്റിക് സർജറി വഴി റിമൂവ് ചെയ്തു. അത് റിമൂവ് ചെയ്തപ്പോൾ തന്നെ ഇറ്റ് ടുക്ക് ടൈം ടു ഹീൽ. 2-3 വീക്സ് എടുത്തു അത് കംപ്ലീറ്റ് ആയിട്ട് മുറിവൊക്കെ ഒന്ന് ഉണങ്ങി, നീരൊക്കെ വലിഞ്ഞ്. അപ്പോൾ തന്നെ അതിന് പകുതി കോൺഫിഡൻസ് ആയി, ചിരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ അപ്പിയറൻസിൽ നമുക്ക്
എന്തെങ്കിലും കോംപ്ലക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയർ ചിലപ്പോൾ അതുകൊണ്ട് എഫക്റ്റഡ് ആവും. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ സാധിക്കുക, അത് നമ്മളുടെ മനസ്സിലുള്ള തോട്ട്സിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അതിന് നമുക്ക് നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ വിവരം വേണം. ഈ പറഞ്ഞ സംഗതി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അതേക്കുറിച്ച് വായിക്കണം, ഇല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ടും ഒക്കെ നമുക്ക് അതേക്കുറിച്ച് ഉള്ള നോളജ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഞാൻ ചിലപ്പോൾ ഓൾഡ് സ്കൂൾ ആയതുകൊണ്ടായിരിക്കും വായിച്ച് കിട്ടുന്ന ഇൻഫർമേഷൻ മനസ്സിൽ നിൽക്കുന്നത് പോലെ നമ്മൾ ഈ റീൽസ് കണ്ടാലോ വീഡിയോസ് കണ്ടാലോ അത് അധികം നാൾ നമ്മുടെ ആ ഒരു ലോങ് ടേം മെമ്മറിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഷോർട്ട് ടേം മെമ്മറിയിൽ അത് കിടക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതാണ് ആദ്യം ഡിലീറ്റ് ആയി പോകുന്നത്. പക്ഷെ എന്തായിരുന്നു ഞാൻ അതേക്കുറിച്ച് എവിടെയോ കണ്ടായിരുന്നല്ലോ, കേട്ടായിരുന്നല്ലോ, പക്ഷെ എന്തായിരുന്നു അത് എനിക്ക് ആ കൃത്യസമയത്ത് ചിലപ്പോൾ അത് ഓർത്തെടുക്കാനായിട്ട് സാധിച്ചെന്ന് വരികയല്ല. പക്ഷെ വായിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന കാര്യങ്ങൾ ഇറ്റ് സ്റ്റേസ് അറ്റ് ദ ബാക്ക് ഓഫ് അവർ മൈൻഡ്. നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും അത്യാവശ്യം വിവരം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മുടെ കോൺഫിഡൻസിനെ ഇൻക്രീസ് ചെയ്യും. ക്ലാരിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇമേജിൻ്റെ, അതായത് മറ്റൊരാൾ നമ്മളെക്കുറിച്ച് ഫോം ചെയ്യുന്ന ഇംപ്രഷൻ. അടുത്ത കാര്യമാണ് ഡിജിറ്റൽ എറ്റിക്കറ്റ്. ചിലരെ കണ്ടിട്ടില്ലേ, കൂടുതലും പ്രായമായ ആൾക്കാരാ. ഇപ്പം നിങ്ങളൊക്കെ നല്ല ഒരു ചെറുപ്പം പ്രായം മുതലേ ഇൻ്റർനെറ്റും പിന്നീട് അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയവരാണ്. ഞങ്ങളുടെയൊക്കെ ജനറേഷൻ കുറെ കൂടെ കഴിഞ്ഞിട്ടാണ്, ഞങ്ങളുടെ ഒരു ലേറ്റ് 30s-ലോ 40s-ലൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വളരെ ഇതായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം ഞങ്ങളുടെ പാരൻസിൻ്റെ തലമുറ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 60s-ലോ 70s-ലോ ഒക്കെ ഉള്ളവർക്ക് ഇതിപ്പോഴും പുതിയൊരു കൗതുകം ഉണർത്തുന്ന ഒരു സംഗതിയാണ്. ഇവർക്കൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പ്രായമായ ആൾക്കാരാണ് വാട്സാപ്പിലൊക്കെ, ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സും ഡീൻസും ഒക്കെ ഈ പ്രായമായ ആൾക്കാരാണ്. അവർക്ക് എന്ത് കിട്ടിയാലും കണ്ണുപൊട്ടി വിശ്വസിക്കുകയും അവരത് അപ്പം തന്നെ പറ്റാവുന്നവർക്കൊക്കെ ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. ഡിജിറ്റൽ സ്പേസിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ഒത്തൻറ്റിക് ആണെന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവനൊരു മണ്ടൻ അല്ലെങ്കിൽ അവളൊരു മണ്ടി കേൾക്കുന്ന എല്ലാം എടുത്ത് വെച്ച് ഇത് ചെയ്യുന്നത് അത് നമ്മളുടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റീനെയും ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റീനെയും ചോദ്യം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ചിലരുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതങ്ങനെ ലോകത്തെ അറിയിക്കേണ്ട കാര്യങ്ങളാണോ? ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാക്കി, വളരെ നിരാശപ്പെട്ട് അതിൽ കുറേ കാര്യങ്ങൾ ഇടുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് അതിനകത്ത് ഇടുകയാണ്. നാട്ടുകാർ മുഴുവൻ അറിയും ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഉടക്കാന്നുള്ളത്. ഇല്ലേ, പുള്ളി ചിലപ്പോൾ അത് കണ്ടില്ല എന്നിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? പറയാനുള്ളത് നേരിട്ട് പറഞ്ഞാൽ മതി. ഈ സ്റ്റാറ്റസിലൂടെ അറിയിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്നതൊക്കെ കഴിച്ചു, ഞാൻ ഇന്നതൊക്കെ കഴിച്ചില്ല, ഇന്നടത്ത് പോയി. പലപ്പോഴും യു വിൽ ഫോൾ ഇൻ ട്രബിൾ. സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം യു ഷുഡ് നോ വെയർ ടു ഡ്രോ ദ ലൈൻ. അത് എനിക്ക് എൻ്റെ ഒരു ബ്രദറുണ്ട്, എന്നെക്കാട്ടി 16 years യങ്ങറാ. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫേസ്ബുക്കിൽ ചില ഗെയിംസ് വരുമായിരുന്നു. വിച്ച് സെലിബ്രിറ്റി വേ യു ഇൻ യുവർ പിച്ചിലെ ജനം, അങ്ങനെയുള്ള ഏതോ ഒരു സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ വിച്ച് ആനിമൽ വേ യു, അങ്ങനെ ഒക്കെ പലതും വരുമായിരുന്നു. അങ്ങനെയുള്ള ഗെയിംസ് കളിച്ചത് ഞാൻ അതിൻ്റെ റിസൾട്ട് എൻ്റെ ഫേസ്ബുക്ക് ഫീഡിൽ ഇട്ടു. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ അത് ഇപ്പം തന്നെ റിമൂവ് ചെയ്തേ. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ പറഞ്ഞു, തൻ്റെ ഫ്രണ്ട്സിൽ ആരെങ്കിലും മറ്റുള്ളവരുടെ ഇമേജിനെ കറക്റ്റ് ചെയ്യുന്നവരാണോ, ഈ പ്രൊഫഷൻ ഫോളോ ചെയ്യുന്നവരാണോ? തൻ്റെ ഇമേജ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ധരിക്കുന്നു എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഈ പ്രൊഫഷനിൽ മറ്റുള്ളവർ എന്നെ ഒരു ഇമ്മച്വർ പേഴ്സണാലിറ്റി ആയിട്ട് കാണാൻ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതെ, പ്രത്യേകിച്ച് നമ്മളൊരു പബ്ലിക് ലൈഫിലേക്കൊക്കെ വരുമ്പോഴേക്കും, നമ്മുടെ ലൈഫ് വെൻ ഇറ്റ് ഇസ് ഓപ്പൺ ടു പബ്ലിക്, അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങളൊരു ചെറിയ അലമ്പത്തരം പബ്ലിക്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഇത് ഇന്ന ആളല്ലേ, ഇങ്ങനെയായിരുന്നല്ലേ കയ്യിലിരിപ്പ് എന്ന് തോന്നുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അതും ആളുകളുടെ ഇമേജിനെ ബാധിക്കുന്ന കാര്യമാണ്. സോ ഓൾ ദീസ് തിങ്സ് പുട്ട് ടുഗെദർ ആണ് നമ്മളുടെ ഇമേജ്. ആൻഡ് എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ വലിയ ബ്രാൻഡഡ് ക്ലോത്ത്സ് ഒക്കെ ഇട്ട് ലക്ഷറി കാസിലൊക്കെ വന്ന് ഇറങ്ങും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചതിൻ്റെ വേസ്റ്റ് അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് സഭ്യമായ ഭാഷയാണോ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ
ഒരു വ്യക്തിയെക്കുറിച്ചുള്ള നമ്മളുടെ ഇമേജ് ഇല്ലേ, നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ച് ഫോം ചെയ്യുന്ന ഇമേജിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഒരു വ്യക്തിയുടെ ഇമേജിൽ ഒരു മേക്ക് ഓവർ വരുത്തുമ്പോൾ ഈ എല്ലാ ആസ്പെക്ട്സും നോക്കിയിട്ട് തന്നെയാണ്. അല്ലാതെ ഡ്രസ്സിങ് മാത്രം അല്ലെങ്കിൽ സ്റ്റൈലിങ് മാത്രം ആ, മാറ്റി അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസും ഒന്ന് മാറ്റിയിട്ട് അങ്ങനെ അങ്ങ് വിടുകയല്ല, അവരുടെ ചിന്താഗതിയെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ബിക്കോസ് ബ്യൂട്ടി ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യുവർ ഇന്നർ സെൽഫ്. യുവർ തോട്ട്സ് ആർ റിഫ്ലക്റ്റഡ് ഓൺ യുവർ ഫേസ്. മഞ്ജു വാര്യറൊക്കെ ഭയങ്കര ഐശ്വര്യ റായുടെ പോലത്തെ സൗന്ദര്യമൊന്നും ഉള്ള വ്യക്തിയല്ല. പക്ഷേ വൈ ഡു വി ഫൈൻഡ് ഹർ ബ്യൂട്ടിഫുൾ, ഓൾ ദ മോർ ബ്യൂട്ടിഫുൾ ഇൻ ഹർ കം ബാക്ക് ബിക്കോസ് ഓഫ് വാട്ട് ഷീ സ്റ്റാൻഡ്സ് ഫോർ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി. അതാണ് അവരെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്, അട്രാക്റ്റീവ് ആക്കുന്നത്, റെസ്പെക്ട്ഫുൾ ആക്കുന്നത്. നമ്മളെപ്പോഴും പറയും, മോഹൻലാലിനെ കുറിച്ച് പറയും, പുള്ളി നെഗറ്റീവ്സ് സംസാരിക്കില്ല എന്ന് പറയും. അതൊരു വലിയ ക്വാളിറ്റി അല്ലേ? ഒരാളുടെയും നെഗറ്റീവ്സ് സംസാരിക്കാതിരിക്കുക, ദാറ്റ് ഈസ് എ ക്വാളിറ്റി. അപ്പം അങ്ങനെയുള്ള നമ്മളുടെ ചില ക്വാളിറ്റീസൊക്കെയാണ് നമ്മളെ ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അവർ ലുക്സ്, നമ്മുടെ സംസാരം, നമ്മുടെ വായിന്ന് വീഴുന്ന വാക്കുകൾ, നമ്മുടെ ചോയ്സ് ഓഫ് വേർഡ്സ്, സ്റ്റൈലായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഈ കുഞ്ഞു പിടിച്ച് നിൽക്കുകയും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ അതും എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ പെരുമാറ്റം, ഇതെല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ്, നേരത്തെ പറഞ്ഞ പോലെ പെരുമാറ്റവും സംസാരവും കറക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം ചിന്താഗതികളാണ് കറക്റ്റഡ് ആവേണ്ടത്. പലർക്കും അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് അതിനോടൊരു എക്സ്പോഷർ കൊടുത്താൽ മതി. നമ്മളൊരു വഴി തുറന്നിട്ട് കൊടുക്കുകയാണ്, അവരതിലേ പോയി ബാക്കി കണ്ടുപിടിച്ചോളും. എല്ലാവരും ബുദ്ധിയും ബോധമുള്ള ആൾക്കാർ തന്നെയാണല്ലോ. നമ്മളിപ്പോൾ സ്റ്റൈലിങ്ങിനെ പറ്റി കുറേ സംസാരിക്കുന്നു. അപ്പം ആക്ച്വലി എന്താണ് സ്റ്റൈലിംഗ്? സ്റ്റൈലിങ്ങും വെറുതെ ഡ്രസ്സ് ഇടുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ലൈക്ക് ഹൗ ഡസ് ഇറ്റ് ഡിഫർ? മെന്നിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ഷർട്ട് വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഷർട്ട്സ് ഉണ്ടാവും, കുറച്ച് പാൻസ് ഉണ്ടാവും. റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു ഷർട്ടും പാൻറ്റും എടുത്തിട്ടുകൊണ്ട് പോകുന്നത് ദാറ്റ് ഇസ് ജസ്റ്റ് വെയറിങ്. വേറെസ് നമ്മൾ ആ ഷർട്ടിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന കളറിലെ ട്രൗസേഴ്സ്, കളർ മാത്രമല്ല ഫിറ്റും. ജെൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ കാഗോസ് ഒക്കെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഫിറ്റഡ് ടീഷർട്ടോ അല്ലെങ്കിൽ ഫിറ്റഡ് ഷർട്ടോ ഹാഫ് സ്ലീവ് ഷർട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ലൂസ് കാഗോസിൻ്റെ കൂട്ടത്തിൽ ലൂസ് ഷർട്ട് തന്നെ ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റൈലായിരിക്കത്തില്ല. അപ്പോൾ ഒരു കാഗോ പാൻസ് ഇടുമ്പം അതിനൊരു ഭയങ്കര കാഷ്വൽ ലുക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെയർ ചെയ്യുന്ന വാച്ച്, അതിൻ്റെ കൂടെ ഒരു 1-2 ബ്രേസ്ലെറ്റ് ഒന്ന് സ്റ്റാക്ക് ചെയ്തിടുക. ഒരു ബ്ലാക്ക് ടോണും ഒരു സിൽവർ ടോണും ഉള്ള ബ്രേസ്ലെറ്റ് ഒക്കെ ഒന്ന് സ്റ്റാക്ക് ചെയ്ത് അതിന് മാച്ച് ചെയ്യുന്ന പോലത്തെ റിംഗ് ഒക്കെ ഇട്ട് ഒന്ന് ആക്സസറൈസ് ചെയ്ത് മേ ബി അതിൻ്റെ കൂട്ടത്തിൽ ഒരു റൗണ്ട് നെക്ക് ടീഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു ചെയിൻ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് ലുക്ക് എലിവേറ്റഡ് ആയി, അല്ലേ? സ്റ്റൈലൊക്കെ മാറി, ലെവൽ മാറി അതിൻ്റെ. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റൈലിംഗ്. ലേഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മാച്ച് ചെയ്ത് ഔട്ട്ഫിറ്റ്സ്, അതായത് നമ്മുടെ ബോഡിക്കും അല്ലെങ്കിൽ ആ ടോപ്പ് ആൻഡ് ബോട്ടമും കോംപ്ലിമെൻറ്റിങ് ആയിരിക്കണം. അതിനെ ഒന്ന് ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്തൊന്ന് എൻഹാൻസ് ചെയ്യുക. ചിലരുണ്ട് കഴുത്തിലൊരു മാലയും ഒരു കമ്മൽ, കാതിലൊരു കമ്മലും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അതായിരിക്കും ഇടുന്നത്, മാറ്റുകയല്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ട്രെയിനിങ് ടീച്ചേഴ്സ് വരും, BEd സ്റ്റുഡൻസ് ട്രെയിനിങ് ടീച്ചേഴ്സ് വരും. യങ് പിള്ളേരാണ്. ഒരു നല്ല നല്ല സാരിയൊക്കെ കൊടുത്ത് അതിന് മാച്ച് ചെയ്തുള്ള കമ്മലും ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ദാറ്റ് ഈസ് മോർ ഓഫ് എ സ്റ്റൈലിംഗ്. വേറെ നമ്മുടെ വെറ്ററൻ ടീച്ചേഴ്സ്, അവർ നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാം അവർക്ക്, പക്ഷെ അവർക്ക് ഇതൊന്നും നോക്കാനായിട്ട് നേരെയില്ല. അവർ ഇട്ടിരിക്കുന്ന മാലയും കമ്മലും ഒക്കെ തന്നെ, അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സാരി ചിലപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന ബ്ലൗസ് പോലും ആയിരിക്കത്തില്ല. സോ ദാറ്റ് ഈസ് ജസ്റ്റ് വെയറിങ് ഇറ്റ്. വേറെ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ കൂടെ ഇത് മാച്ച് ആവുമോ, അതിൻ്റെ കൂടെ ഇത് മാച്ച് ചെയ്യുമോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ അത് സ്റ്റൈലിംഗ് ആണ്. അപ്പം അങ്ങനെ ഇടുമ്പോഴത്തേക്കിന് അതിനൊരു ഫിറ്റ്നസ് ഉണ്ട്, കാണുന്നവർക്ക് കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ട് തോന്നും. അപ്പം ദാറ്റ് ഇസ് കോൾഡ്, അത് സ്റ്റൈലിംഗ് ആണ്. പോപ്പുലർ സേയിങ് ഉണ്ട്, യു ആർ ആക്ച്വലി നോട്ട് അഗ്ലി, യു ആർ ജസ്റ്റ് പുവർ. നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ആക്ച്വലി നിങ്ങളെ കാണാൻ കൊള്ളാത്തത് എന്നൊരു പറച്ചിലുണ്ട്. ഓക്കെ, നമ്മുടെ അധികം പൈസ ഇല്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ എക്കോണമിക്കലായിട്ട് വളരെ ചീപ്പായിട്ട് എങ്ങനെ, ഹൗ ക്യാൻ വി മേക്ക് അവർ സെൽഫ്സ് ലുക്ക് ബെറ്റർ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, വെൽ ഗ്രൂംഡ് ആയിട്ട് നടക്കുക. മുടിയൊക്കെ നല്ല നീറ്റായിട്ട് വെച്ച് നഖമൊക്കെ നല്ലോണം വെട്ടി നീറ്റാക്കി ക്ലീൻ ആക്കി. ഇഫ് യു ഡോണ്ട് ഹാവ് മണി ടു ബൈ നെയിൽ പോളിഷ്, അല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് ഹാവ് മണി ടു ഗോ ടു എ സലൂൺ ആൻഡ് ഗെറ്റ് യുവർ നെയിൽ ഡൺ, ഡോണ്ട് ഡു ദാറ്റ്. യു ഹാവ് ചീപ്പർ ഓപ്ഷൻസ്. ഇപ്പം ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴേക്കിന് സലൂണിൽ പോയി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ നെയിൽസ് ഒക്കെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതൊന്നും ചെയ്യാതെ കണ്ട് നല്ല നീറ്റായിട്ട്
നമുക്ക് തന്നെ ഒരു വീട്ടിലൊരു മാനിക്യൂറൊക്കെ ചെയ്ത് നീറ്റായിട്ട് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് നല്ല ഷേപ്പ് ചെയ്ത് വെക്കാം. അനദർ ഓപ്ഷൻ ഇസ് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് നമുക്ക് തന്നെ ഭംഗിയാക്കി വെക്കാം. അനദർ ഓപ്ഷൻ ഇസ് സ്റ്റിക്ക് ഓൺ നെയിൽസ് ഒട്ടിക്കാം. അതിൻ്റെ അങ്ങേയറ്റത്തെ ഓപ്ഷനാണ് ഈ പറഞ്ഞ സലോൺ മാനിക്യൂർസ് ഒക്കെ ചെയ്ത് ജെൽ നെയിൽസും എക്സ്റ്റൻഷൻസും ഒക്കെ വെക്കുക, അല്ലെങ്കിൽ നെയിൽ ആർട്ടൊക്കെ ചെയ്യുക എന്നുള്ളത്. ഇല്ല, ഇതിപ്പം പല ലെവലിൽ, എല്ലാ ലെവലിലും നമുക്ക് ഗ്രൂംഡ് ആയിട്ടിരിക്കാം. നമുക്ക് മുടി വെട്ടാൻ പോകുന്നത്, നമുക്ക് ലക്ഷറി സലൂണിൽ പോയിട്ട് 1500 രൂപ 2000 രൂപ കൊടുത്തിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേക്കും 99 റുപ്പീസിന് ജെൻസിന്റെ ഹെയർ കട്ട് എവിടെയോ എഴുതി വെച്ചിരിക്കുന്നു ഓഫർ. അങ്ങനെയുണ്ട്. പക്ഷേ നിങ്ങളത് എത്ര നീറ്റായിട്ട് വെക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. 2000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 2500 രൂപ കൊടുത്താണ് മുടി വെട്ടിച്ചതെന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ ഭയങ്കര പ്രത്യേകത തോന്നാറുണ്ടോ? ഇല്ല. ലേഡീസിൻ്റെ ആണെങ്കിൽ പിന്നെയും കുറച്ച് സ്റ്റൈലെങ്കിലും വരും. ജെൻസിന്റെ ഒരു ലിമിറ്റൊക്കെ ഉണ്ട് ഇല്ലേ ചെയ്യുന്നതിന്. അപ്പോൾ അതുകൊണ്ട് ഈ 2000 രൂപയ്ക്ക് ചെയ്യണമെന്നില്ല. യു ഹാവ് മോർ ഇക്കണോമിക് ഓപ്ഷൻസ്. അതിൽ കൊണ്ടുപോയി ചെയ്താലും മതി. താടിയൊക്കെ നമുക്ക് സലൂണിൽ കൊണ്ടുപോയി ട്രിം ചെയ്ത് വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ആണെങ്കിലും ചെയ്യാം. അപ്പം ഗ്രൂംഡ് ആയിട്ടിരിക്കുക, അതൊരു ഫസ്റ്റ് തിങ്. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ക്ലീൻ ക്ലോത്ത്സ് ഇടുക, നന്നായിട്ട് അയൺ ചെയ്ത് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ചിലർക്ക് ചില കാര്യങ്ങൾ അവർക്ക് കോംപ്ലക്സ് ഉണ്ടാക്കുന്നതുണ്ട്. ഇപ്പം ഇച്ചിരി പൊങ്ങിയ പല്ലാണെങ്കിൽ, പല്ലിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ മോണ കാണുന്ന ഗമ്മി സ്മൈലാണെന്നുണ്ടെങ്കിൽ, അല്ല അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അവർ തന്നെ അതിനെ ഡിഫോമിറ്റി എന്നായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് തോന്നുന്നതിനെക്കാട്ടിലും അരോചകത്വം അവനവന് തന്നെ തോന്നും ഇതേക്കുറിച്ച്. അത് അവരുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ചില സംഗതികളുണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഗതികളുണ്ട്. അങ്ങനെയുള്ള സംഗതികളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവരെ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അവരുടെ ആ ഒരു ഡിഫക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അതൊരു ഡിഫക്റ്റ് അല്ല, ദാറ്റ് ഈസ് യുവർ യുണീക്നെസ്. അതവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ കോൺഫിഡൻസ് കുറവ് തോന്നിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് കോംപ്ലക്സുകൾ ഉണ്ടായിരുന്നു എൻ്റെ പല്ലിനെ കുറിച്ചും. എനിക്ക് സാധിച്ച സമയം ഞാൻ 2 തവണ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. ആ ഡോക്ടേഴ്സ് 2 പേരും എന്നോട് പറഞ്ഞാണ്, മോളെ നിനക്ക് പല്ലിന് പൊക്കമല്ല, നിന്റെ ജോലൈൻ്റെ ഷേപ്പ് അതാണ്. പല്ല് പറിച്ച് ഇത് ബ്രേസസ് ഇടുവാണെന്നുണ്ടെങ്കിൽ പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാർക്കിന്റെ പോലെ പല്ലങ്ങ് അകത്തോട്ട് പോവും, ബപ്പിയായി പോവും. അത് ചെയ്യണ്ട. അത് ഒരുപാട് അലൈൻമെന്റ് പ്രോബ്ലംസും ഉണ്ടാവും. അത് കാരണം എൻ്റെ നിർബന്ധത്തിന് അവർ കമ്പിയിട്ട് തന്നു, പക്ഷേ പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നില്ല 2 പേരും. എന്നിട്ടും എൻ്റെ കോംപ്ലക്സ് മാറിയില്ല. ഇപ്പോഴാണ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പോയി ഒരു സ്മൈൽ കറക്ഷൻ ചെയ്തു. ഇപ്പം ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം എത്രയാവും, പല റേഞ്ചിൽ ചെയ്യാം. തന്നെ നമുക്ക് അലൈനേഴ്സ് ഇടുന്നുണ്ട്. 35,000 രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെയുള്ള അലൈനേഴ്സ് കിട്ടും. ചിലപ്പം ടൈം സ്പാൻ കൂടുതൽ എടുത്തെന്നിരിക്കും, അല്ലെങ്കിൽ കുറച്ച് എഫേർട്ട് കൂടുതൽ എടുത്തെന്നിരിക്കും. നമുക്ക് ഏതാണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അതിൽ നമുക്ക് ഇങ്ങനെയുള്ള കറക്ഷൻസ് ചെയ്യാം. ഇന്ന് ചില സംഗതികൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലാത്ത കാര്യങ്ങൾ, ഇപ്പം പലരും ഗ്ലൂട്ടാത്തയൺ IV ഒക്കെ എടുക്കുന്നുണ്ട്. ഗ്ലൂട്ടാത്തയൺ എടുത്തത് കൊണ്ട് എല്ലാവരും അങ്ങ് വെളുക്കണമെന്ന് നിർബന്ധമില്ല. ബ്ലഡിലെ ഗ്ലൂട്ടാത്തയണിന്റെ ലെവൽ ഒരു സർട്ടൻ ലെവലിൽ കൂടുമ്പോഴാണ് അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ വെളുക്കുന്നത്. ഗ്ലൂട്ടാത്തയൺ വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് യുവർ സ്കിൻ ടെക്സ്ചർ. ബി ഹാപ്പി വിത്ത് ദാറ്റ്, മെയിൻറ്റെയിൻ യുവർ സ്കിൻ വെൽ. എല്ലാ കോംപ്ലക്ഷനും അതിൻ്റെതായ ഭംഗിയുണ്ട് അല്ലേ? അതിനെ ഏറ്റവും ഭംഗിയായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ അബുദാബി എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പം അവിടെ ജോയിൻ ചെയ്യാൻ പോയ ഫസ്റ്റ് ഡേ 26 കൗണ്ടേഴ്സും മറ്റും ഉണ്ട് അവിടെ. ഞാൻ ഈ കൗണ്ടേഴ്സിന് കൂടെ പാസ് ചെയ്ത് പോയപ്പോഴേക്കും ഞാൻ ഇന്നും അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു ഇവരെ 2 പേരെ. കൗണ്ടറിലിരിക്കുന്ന ഒരു സിറിയൻ ലേഡി ഉണ്ടായിരുന്നു. അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മദർ മേരിയുടെയൊക്കെ സ്കൾപ്ചർ ഇല്ലേ, അതുപോലെ നല്ല ഷാർപ്പ് നോസും നല്ല ഭംഗിയുള്ള ചുണ്ടും, ഫെയർ സ്കിൻഡ്, ഒരു ബ്ലെമിഷ് പോലും ഇല്ലാത്ത ബ്ലോണ്ട് ഹെയർ ഒക്കെ ആയിട്ട് ഒരു ടിപ്പിക്കൽ സിറിയൻ ബ്യൂട്ടി. ശരിക്കും നല്ലൊരു സ്റ്റാച്യു പോലെ ഉണ്ട്, പെർഫെക്റ്റ് സ്റ്റാച്യു പോലെ. പിന്നെ വേറെ ഒരാള് ഡസ്കി കോംപ്ലക്ഷൻ, ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ മൊറോക്കനോ അങ്ങനെ വല്ലതും ആണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നത്. ഈ പാലൊഴിച്ച കാപ്പിയുടെ കളറുള്ള അങ്ങനത്തെ സ്കിൻ ടോണുള്ള വിടർന്ന കണ്ണുള്ള ചെറിയൊരു കോങ്കണ്ണുണ്ടെന്നുള്ളത് ഞാൻ പിന്നീട് അവരുമായിട്ട് കൂടുതൽ അടുത്തപ്പോൾ മനസ്സിലായി. ചെറിയൊരു കോങ്കണ്ണുണ്ട് അവർക്ക്, പക്ഷെ അതുപോലെ അവർക്കൊരു ഭംഗിയാണ്. നല്ല പെർഫെക്റ്റ് മേക്കപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ എക്സാക്ട് സ്കിൻ ടോണിലെ മേക്കപ്പ് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്, വെളുത്തിരിക്കണം. അതിന് വേണ്ടിയിട്ട്
ഇരുനിറമുള്ള ഒരു വെളുത്ത മേക്കപ്പ് ഇടും, ഒരുമാതിരി ചാരം പൂശിയതുപോലെ ഇരിക്കും. നമ്മുടെ കറക്റ്റ് ടോൺ കിട്ടത്തില്ല. അപ്പം നമ്മുടെ കറക്റ്റ് സ്കിൻ ടോണിലുള്ള മേക്കപ്പ് ഇടുമ്പോൾ തന്നെ ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പം അത് ഈ കൊച്ച് എക്സാക്ട് സ്കിൻ ടോണിലുള്ള മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല പെർഫെക്ഷനോടുകൂടി ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കര രസമായിരുന്നു എന്നെ കാണാൻ. പിന്നീട് ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും നല്ല പരിചയമായി. ആ വ്യക്തിയുടെ പേരാണ് സ്വപ്ന സുരേഷ്. ഓ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ ഒരു മലയാളിയാണ്. ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവർ രണ്ടുപേരുമാണ് അവിടെ. ആ 26 കൗണ്ടറിൽ ഒരു 13 കൗണ്ടേഴ്സിലെങ്കിലും സ്റ്റാഫുകൾ ഇരിപ്പുണ്ടായിരുന്നു. വേറെ ആരും എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചില്ല. എല്ലാ നിറത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. നമ്മളതിനെ ഒന്നാമത് അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗി കുറവുണ്ടാക്കും. ചിലർക്ക് കണ്ടിട്ടില്ലേ, ഇവിടെ ഒരു ഡാർക്ക് പാച്ച്, നെറ്റിയിലൊരു ഡാർക്ക് പാച്ച്. ഈവൻ ഹോം റെമഡീസ് കൊണ്ട് തന്നെ നമ്മളങ്ങ് ഈ പറഞ്ഞ ഗ്ലൂട്ടത്തയൺ ചെയ്യണം, ഇഞ്ചക്ഷൻ എടുക്കണമെന്നോ വലിയ വലിയ സ്കിൻ ട്രീറ്റ്മെന്റ്സ് ചെയ്യണമെന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല. ദെർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് വി ക്യാൻ ഡു റെഗുലർലി അറ്റ് ഹോം. അതിൽ തന്നെ ചെറിയ സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരിയും നമ്മുടെ സ്കിൻ ടോണിനെ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ്റെ ടെക്സ്ചറിനെയും ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഹെയറിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പം ഇതൊക്കെ നമ്മളെ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് us ലുക്ക് ബെറ്റർ ആൻഡ് ഫീൽ ബെറ്റർ. വാട്ട് ഈസ് യുവർ സ്റ്റോറി? ലൈക്ക് ഹൗ ഡിഡ് യു റീച്ച് ഹിയർ? യു സെഡ് യു ആർ ഒരു എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്നു, അബുദാബിയിൽ വർക്ക് ചെയ്തിരുന്നു. ഹൗ ഡിഡ് യു റീച്ച് ഹിയർ ആൻഡ് വാട്ട് ഓൾ ഡു യു ഡു നൗ? അതിനു മുമ്പ് വേറൊരു ബാക്ക് സ്റ്റോറിയും കൂടെ ഉണ്ട്. ഐ എം എ നിഫ്റ്റ് ഗ്രാജുവേറ്റ്. ഓക്കെ ഓക്കെ. നിഫ്റ്റ് ചെന്നൈയിൽ നിന്ന് ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. ദാറ്റ് വാസ് ഇൻ 95, 98 ആ കാലഘട്ടത്തിൽ. പക്ഷെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, കെട്ടിച്ചു വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ കെട്ടിച്ചു വിട്ടു. അതും കഴിഞ്ഞിട്ട് ഒരു മോനായതിനു ശേഷമാണ് ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തത്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു, ഞാൻ ഈ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ട് അവിടെ നിന്ന് എനിക്ക് സ്പോണ്ടിലോസിസും ഗിഫ്റ്റായിട്ട് കിട്ടി. സെർവിക്കൽ സ്പോണ്ടിലോസിസ് തുടങ്ങിയത് ഈ നിഫ്റ്റിൽ പഠിക്കുന്ന കാലത്തിലാണ്. അപ്പം മേ ബി ബിക്കോസ് ഓഫ് ദ നേച്ചർ ഓഫ് നമ്മൾ ഈ കുനിഞ്ഞിരുന്ന് വരയ്ക്കുകയും സ്റ്റിച്ച് ചെയ്യുകയും ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഒറീസയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊക്കെ വന്നപ്പോഴാണ് ഷോൾഡർ പെയിനും ഇതൊക്കെ തുടങ്ങിയത്. അപ്പം ഞാൻ വിചാരിക്കും എനിക്കിത് മാത്രമാണല്ലോ ഒരു നേട്ടം ഉണ്ടായത് അവിടെ പോയിട്ട് എന്ന് വിചാരിക്കുമായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്തതാണെങ്കിൽ എയർപോർട്ടിൽ. പക്ഷേ എയർപോർട്ടിലെ എൻ്റെ ജോബ് എനിക്ക് കിട്ടാനുള്ളൊരു റീസണും CV കൊണ്ട് കൊടുക്കാനായിട്ട് പോയത്. അപ്പം നേരെ കസ്റ്റമർ സർവീസ് മാനേജറുടെ അടുത്താണ് കൊടുത്തത്. ഇല്ല, എന്നെ അടിമുടി ഒന്ന് നോക്കി, അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈലും അപ്പിയറൻസും ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ടെസ്റ്റ് എഴുതണം. ഇവിടെ എഴുതാം. ഇപ്പോൾ എഴുതുന്നോ അതോ 2-3 ദിവസം കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വന്ന് എഴുതണോ? പുള്ളിക്കാരൻ ഒരു പലസ്തീനിയൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ എഴുതാം, കോൺഫിഡൻ്റ് ആണോ? അപ്പം ഞാൻ പറഞ്ഞു അതല്ല, 2-3 ദിവസം പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ നാണക്കേടാ. ഇപ്പം എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിലും ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു എന്ന് പറയാമല്ലോ. അപ്പം പുള്ളി പറഞ്ഞു എഴുതിക്കോളാൻ പറഞ്ഞു. അന്ന് തന്നെ ടെസ്റ്റ് എഴുതി 95% മാർക്സോടുകൂടിയാണ് ഞാൻ ആ ജോബ് സെക്യൂർ ചെയ്ത്. അവരെനിക്ക് ഒരു ഇൻ്റർവ്യൂ ഒക്കെ തന്നു. വാട്ട് യു ആസ് എ ഡിസൈനർ, വാട്ട് യു ഗോയിങ് ടു ഡു ഹിയർ? അപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ യൂണിഫോം ഒക്കെ ഒന്ന് റീഡിസൈൻ ചെയ്യാം. അല്ല, ഈ ജോബിൽ നീ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു അവിടുന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അതെന്തായാലും ഡെഫിനറ്റ്ലി എന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കോൺഫിഡൻസ്. പക്ഷേ ഈ എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ് സത്യത്തിൽ ഇത് രണ്ടുമാണ് എന്നെ ഈ ഒരു ഫീൽഡിലോട്ട് വരാനായിട്ട്. കസ്റ്റമർ സർവീസസിലായിരുന്നു, ഗ്രൗണ്ട് സ്റ്റാഫ് ആയിരുന്നു, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആയിരുന്നു. മെയിൻലി ഞാൻ വർക്ക് ചെയ്തിരുന്നത് ചെക്ക് ഇൻ കൗണ്ടേഴ്സിലാണ്. നമ്മൾ ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്. അപ്പം വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും, 1 in 6 months എങ്കിലും നമുക്ക് ട്രെയിനിങ്സ് ഉണ്ട്. ഖത്തർ എയർവേസിൻ്റെയും എത്തിഹാദിൻ്റെയും അങ്ങനെ പല പല എയർലൈൻസിൻ്റെ ട്രെയിനിങ്സ് ഉണ്ട്. അത് ചിലപ്പം സിസ്റ്റം പഠിക്കാനായിരിക്കും, ഇല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസും പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഉള്ള ട്രെയിനിങ്സും ഒക്കെ ഉണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അത്. നമുക്ക് ആളുകളെ നമുക്ക് പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അനലൈസ് ചെയ്യാൻ, അവരെ കാറ്റഗറൈസ് ചെയ്യാനും, ഇവർക്ക് ഇന്നതായിരിക്കും ഇവരുടെ നീഡ് എന്നുള്ളത് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവരുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ചെറിയൊരു ധാരണ കിട്ടാനും ഒക്കെ ഈ ഒരു ട്രെയിനിങ്സ് അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇതൊന്നും നമ്മൾ അന്ന് അറിയുന്നില്ല. നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട്, ആൾക്ക് ഇങ്ങനെ ചെറിയൊരു കോംപ്ലക്സ്, ഒരു ഏർലി 30s ആ ഒരു ഏജിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പെൺപിള്ളേർക്ക് ഉണ്ടല്ലോ. കല്യാണത്തിന് മുമ്പ് വർക്ക് ചെയ്തിരുന്നതാണ്. കല്യാണത്തിന് ശേഷം ജോബൊക്കെ റിസൈൻ ചെയ്ത് വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടി 2 കുട്ടികളായി, വണ്ണം വെച്ചു. എന്നെ കണ്ട പ്രായം പറയും, ഹസ്ബൻഡ് ഇപ്പോഴും ചെറുപ്പമാണ്. ആ ഒരു നമുക്ക് സെൽഫ് വർത്ത്
അങ്ങ് നഷ്ടപ്പെടുന്ന ആ ഫീലിംഗ് നഷ്ടപ്പെടുന്ന ഒരു സമയമാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രൈസിസിലൂടെ ഗോ ത്രൂ ചെയ്യുന്നതിന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒന്ന് അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ഹെർ. അപ്പം ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ്, ആളിവിടെ അല്ല, കാലിക്കറ്റിലാണ്, ഞാൻ എറണാകുളത്തും ആൾ കാലിക്കറ്റിലുമാണ്. ഞങ്ങൾ ഫോണിലൂടെയൊക്കെ മണിക്കൂറുകൾ ദിവസവും സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് സംസാരത്തിൻ്റെ ഒടുവിലാണ് ആളുടെ പല ഗോ ത്രൂ ചെയ്യുന്ന ഇഷ്യൂസും അല്ലെങ്കിൽ വന്നിരിക്കുന്ന മെൻ്റൽ ട്രോമയെക്കുറിച്ചും ഒക്കെ ഐ കെയിം ടു നോ. അപ്പം അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പലപ്പോഴും നമ്മളൊരു ട്രബിളിൽ പെട്ടിരിക്കുമ്പോഴത്തേന് വി വോണ്ട് ബി ഏബിൾ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ഈ ചക്രവ്യൂഹത്തിൽ പെട്ടുപോയതുപോലെയാണ്. പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ ഏരിയൽ വ്യൂവിൽ നമ്മളെ ഇതുവഴി ഗൈഡ് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഇതുവഴി ഇറങ്ങിയാൽ മതി, അപ്പുറത്തോട്ട് പോയാൽ മതി, ഇന്നടത്ത് വേ ഔട്ട് ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഐ ഹാഡ് ഡൺ ഇൻ ഹെർ കേസ്. അപ്പം ആളെ ഒന്ന് പെപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ. മോട്ടിവേഷൻ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ആൾക്ക്. ഒരു 8 മാസം കൊണ്ട് ആൾ 12 കിലോ കുറച്ചു. ഒന്നുമില്ല, ജിമ്മൊന്നുമില്ല, വെറുതെ നടപ്പും ഷട്ടിൽ കളിക്കും ഒക്കെ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഷീ ഹാഡ് എൻ ഇവൻറ്റ്, ഒരു ഫംഗ്ഷൻ, ഫാമിലി ഫംഗ്ഷന് വേണ്ടിയിട്ട് എറണാകുളത്ത് വന്നു. ഞാൻ പറഞ്ഞു 2-3 ദിവസം മുന്നേ വാന്ന് പറഞ്ഞു. മുന്നേ വന്ന് സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്ത് നേരെ സലൂണിലേക്കാണ് കൊണ്ടുപോയത്. അണ്ടർ ഐ ട്രീറ്റ്മെൻറ്റും ഫേഷ്യലും ഹെയർ കട്ടും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആൾ എന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാം, എന്നെ കാണാൻ ഇത്രയൊക്കെ ഭംഗിയുണ്ടായിരുന്നു. നിരാശയിലായിരുന്നു. എന്നെ കണ്ട അമ്മച്ചിയുടെ പോലെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോഴും യങ്ങാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന പാർട്ടിയാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്നെ കാണാൻ എത്ര ഭംഗിയുണ്ടായിരുന്നു എന്നായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. കുറച്ച് ആളുടെ കയ്യിലുള്ള ക്ലോത്ത്സ് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇന്നർവെയർ മുതലേ ഫുട്വെയർ വരെയുള്ളതെല്ലാം, ക്ലോത്ത്സ് ഒക്കെ കുറച്ച് പുതിയത് വാങ്ങിച്ചു. ബേസിക് മേക്കപ്പ് ഒക്കെ വാങ്ങിച്ചു, അത് ഇടാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആളങ്ങ് മാറിപ്പോയി. ആളെ കൊണ്ടുവന്ന ഈ ഫാമിലി ഗെറ്റ് ടുഗെദറിന് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തപ്പോൾ ആളുടെ റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞത്, ഉഫ്, ഇത് നീ തന്നെയാണോ എന്നാണ് ചോദിച്ചത്. അതുപോലത്തെ ചേഞ്ച് ആയിരുന്നു. അപ്പം ഷീ സെഡ് ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വി ഡിഡ്ന്റ് ഡു മച്ച് ഓൺ ഹർ. ഒരു മുടി ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മുടി വെട്ടി, ഈ കുറച്ച് സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് പ്രോപ്പറായിട്ടുള്ളത് ചെയ്തു, കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു, സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്തു. നേരത്തെ ഷീ വാസ് വെയറിങ് ക്ലോത്ത്സ്, നൗ ഷീ സ്റ്റാർട്ടഡ് കുറച്ചിടുന്ന സ്റ്റൈൽ ചെയ്യാനായിട്ട് തുടങ്ങി. അതിന് മാച്ച് ചെയ്യുന്ന ആക്സസറീസ് അല്ലെങ്കിൽ ഷോൾ ഇടുന്ന രീതി, കൊലാപുരീസ് ഒക്കെ മാറ്റിയിട്ട് വേറെ ടൈപ്പ് ഫുട് വെയർ, അങ്ങനെ ഓരോന്ന് മാറ്റി ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ആളുടെ കോൺഫിഡൻസ് തന്നെ കൂടി. എന്നെ ആദ്യം വിളിച്ച് പറയുന്നത്, എടോ, നൗ പീപ്പിൾ ഹവ് സ്റ്റാർട്ടഡ് കോളിങ് മീ മാഡം. Now I've become a madam material. ഇത്ര നാളും ചേച്ചി എന്നൊക്കെ ആയിരുന്നു വിളിക്കുന്നത്. ഇപ്പം എന്നെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്കിലോ അല്ലെങ്കിൽ എയർടെലിൻ്റെ ഓഫീസിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്നെ മാഡം എന്ന് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ഇത്ര നാൾ എന്നെ മാഡം എന്ന് വിളിക്കാൻ ഞാൻ വേർതി അല്ലായിരുന്നു അല്ലേ എന്ന്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അവൾക്ക് കൊടുത്ത ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. ആളൊരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് കൂട്ടുപോയതാണ്. ഷീസ് എ ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ്. അവർ ചോദിച്ചു, ഇവളുടെ ലാംഗ്വേജും ഇവളുടെ സംസാരവും ഇവളുടെ സ്റ്റൈലും ഒക്കെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്നാ ഒന്ന് ട്രൈ ചെയ്തുകൂടെ ഈ ജോബിനെന്ന്. ഷീ ഗേവ് എൻ ഇൻ്റർവ്യൂ, ഷീ ഗോട്ട് ദ ജോബ്, ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഷീ നെവർ തോട്ട് ദറ്റ് ഷീ വിൽ ബി ഏബിൾ ടു വർക്ക് ഗോ ബാക്ക് ടു വർക്ക് എന്ന് വിചാരിച്ച ഒരാളെ അല്ല. ഷീ സ്റ്റാർട്ടഡ് ടീച്ചിങ് ഇൻ എൻ ഒപ്താൽമോളജി കോളേജ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കാൻ തുടങ്ങി അവരെ. ഏതായാലും പിന്നെ 5 ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഷീ വാസ് ടീച്ചിങ്. ഷീ സ്റ്റാർട്ടഡ് ഇൻറ്ററാക്ടിങ് വിത്ത് മോർ പീപ്പിൾ. അത് ആൾക്ക് കൊടുത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു സത്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് തന്നത്. ദാറ്റ് ഐ ക്യാൻ ഡു സംതിങ് ലൈക്ക് ദിസ് ഫോർ അതേഴ്സ് ഓൾസോ. പ്രത്യേകിച്ചായി 30+ ആൾക്കാരിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. യങ്സ്റ്റേഴ്സിന് പലതും ചെയ്യാം, അവർ അല്ലേ തന്നെ കോൺഫിഡൻ്റ് ആണ്. പക്ഷെ ഒരു 35+ ആൾക്കാർക്കാണ് ഈ കോൺഫിഡൻസ് ലൂസ് ചെയ്യുന്നൊരു സമയമാണ് അവർക്ക്. അപ്പം നമ്മുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആവും പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ. അപ്പം അപ്പിയറൻസിൽ നമുക്കുള്ള കോംപ്ലക്സ്, എനിക്ക് വണ്ണം കൂടുതലാണ്. ഇല്ല, നിങ്ങൾക്ക് വണ്ണം കൂടുതലില്ല. അപ്പം ഞാൻ ഓവർ വെയിറ്റ് ആണെന്ന് എനിക്കറിയാം. എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉള്ള കാര്യമാണ്. എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട് എന്നോട് പറയുന്നത്, ഇത് നിനക്കൊരു ഭംഗിയാണ്, യു ക്യാരി ഇറ്റ് വെൽ എന്ന് പറയുമ്പോഴത്തേക്കിന് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം എന്ത് തന്നെയാലും വെയിറ്റ് കൂടുതല, എന്നാലും അതെനിക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതെന്നെ അന്നത്തെ ദിവസം മുഴുവൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ദിസ് ഇസ് ഹൗ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ്. ഇത് ഞാൻ ചെയ്തതൊരു 2009-ലാണ്. അത് കഴിഞ്ഞിട്ട് 2017 വെൻ ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് എ കരിയർ, മൈ ഹസ്ബൻഡ് സെഡ് ഡു സംതിങ് വിച്ച് യു പാഷനറ്റ് അബൌട്ട്. ഇനീഷ്യലി ഐ തോട്ട് ഓഫ് മേക്കപ്പ്. അതിന് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് കാരണം ഞാൻ വിചാരിച്ചു, വൈ നോട്ട് മേക്ക് ഓവേഴ്സ്, അതായത് പേഴ്സണാലിറ്റി മേക്ക് ഓവേഴ്സ്.
എനിക്കും ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ തരും, മറ്റുള്ളവർക്ക് അത് ഒത്തിരി ഹെൽപ്ഫുള്ളും ആവും. ദാറ്റ് ഇസ് ഹൗ ഐ സ്റ്റാർട്ടഡ്. ഇതിനിപ്പോൾ ഇത് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റീസിനോ ആക്ടേഴ്സിനോ പബ്ലിക് ഫിഗേഴ്സിനോ മാത്രം ആവശ്യമുള്ളൊരു കാര്യമല്ല ഇത്. വീട്ടമ്മമാർക്ക് വരെ അവരുടെ കോൺഫിഡൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ. എൻ്റെ അടുത്ത് 65 വയസ്സുള്ളൊരു ലേഡി വന്നിരുന്നു. അവർക്ക് ഒരുപാട് അവരുടെ ഗ്രാൻഡ് ചൈൽഡിൻ്റെ വെഡ്ഡിങ്ങിന് മുമ്പായിട്ട് അവർക്കൊന്ന് ആ ഗ്രാൻഡ് ചൈൽഡിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ, ഇവരൊരു ഭയങ്കര ഒരു എലിഗൻറ്റ് ഗ്രാൻഡ്മ ആയിട്ട് ഗ്രാൻഡ് ചൈൽഡിൻ്റെ വെഡ്ഡിങ്ങിന് അവർക്ക് അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത്. ഗ്രാൻഡ് ചൈൽഡിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി അടിപൊളി അമ്മച്ചിയായിട്ടാണ് പോയത്. ഷി വാസ് നോട്ട് ഈവൻ വർക്കിംഗ്. പക്ഷേ പ്രൊഫഷണൽസ് ആണ് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്നത്. കോയിൻസിഡൻ്റലി ഡോക്ടേഴ്സാണ് എൻ്റെ ക്ലയൻസ് കൂടുതലും. ഞാൻ പറയും ഈ ഡോക്ടേഴ്സൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ പ്രീ ഡിഗ്രി +2 ഒക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ സിനിമകൾ കാണുന്നതും അല്ലെങ്കിൽ ഫാഷൻ ശ്രദ്ധിക്കുന്നതും ഒക്കെ. ആ സമയത്ത് ഇവർ ഭയങ്കര ഫോക്കസ്ഡ് ആണല്ലോ, മെഡിസിന് കിട്ടണം എന്നുള്ളത്. അവർ പുസ്തകത്തിന് നാത്തുനിന്ന് തല പോക്കാൻ നേരെയില്ലാണ്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കും, ചുറ്റിനുള്ളതൊന്നും കാണുന്നില്ല. MBBS പോയാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും പല്ല് തേക്കാൻ പോലും ചിലപ്പോൾ അവർക്ക് നേരം കിട്ടുകയില്ല. പിന്നെ തീർന്നു. പിന്നെ കരിയറിലൊക്കെ ഒന്ന് സെറ്റിലായി കഴിയുമ്പോഴായി ഇവർ ദേ സ്റ്റാർട്ട് തിങ്കിങ് ഞാൻ അത്ര പോരാ. എന്നോട് വന്ന എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ ഓക്കെ ആടോ, I get that respect because people know who I am. But when I go out, I don't really look like a doctor. എനിക്ക് ആ ഒരു ഡോക്ടറിൻ്റെ എടുപ്പൊന്നും ഇല്ല. അതെങ്ങനെയാ ചേച്ചി കൊണ്ടുവരാൻ പറ്റുക എന്ന് ചോദിച്ച് വന്നവരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട്. പുള്ളിക്കാരൻ ലാപ്ടോപ്പും കാര്യങ്ങളും ഒക്കെ ബാക്ക് പാക്കിലാണ് കൊണ്ട് നടന്നത്. നമ്മുടെ IT പ്രൊഫഷണൽസിന് ദാറ്റ് ഇസ് ഓക്കെ. ബട്ട് ഫോർ യുവർ സ്റ്റേച്ചർ ഇറ്റ് വിൽ ബി ഐഡിയൽ ടു ക്യാരി എ ലെതർ ബാഗ്, ലാപ്ടോപ്പ് ബാഗ്. അപ്പം പുള്ളിക്കാരൻ അത് വാങ്ങിച്ചു. പോരെ, ശരിയാ കേട്ടോ, മറ്റതിനെക്കാട്ടിലൊരു സ്റ്റൈലുണ്ട് ഇതിന്. നല്ല ഫെയറാണ്, കുറച്ച് ടിപ്പിക്കൽ മലയാളീസിൻ്റെ ശരീരപ്രകൃതമാണ്. അപ്പം ആള് എപ്പോഴും ഇട്ടിരുന്നത് വളരെ ലൈറ്റ് കളേഴ്സ് ഷർട്ടും ഡാർക്ക് കളേഴ്സ് ട്രൗസേഴ്സും. ഇതാണല്ലോ നമ്മുടെ നാട്ടിലെ ഒരു നോർമൽ ഇത്. അത് ഞാൻ പറഞ്ഞു തിരിച്ചാക്കാൻ പറഞ്ഞു. ഡാർക്ക് കളേഴ്സ്, ഓലിവ് ഗ്രീനും നേവി ബ്ലൂവും അങ്ങനത്തെ ഒക്കെ ഷർട്ട്സ്. ദാറ്റ് വിൽ എൻഹാൻസസ് കോംപ്ലക്ഷൻ ആൻഡ് ഗോ ഫോർ ലൈറ്റർ കളർ ട്രൗസേഴ്സ് ബിക്കോസ് ഹിസ് അപ്പർ ബോഡി ഈസ് ബിഗർ ദൻ ഹിസ് ലോവർ ബോഡി, കാലിനെക്കാട്ടിലും. അപ്പം കാല് ലൈറ്റ് കളേഴ്സ് വരുമ്പോഴേക്കും കുറച്ചുകൂടെ സൈസ് തോന്നിക്കും. അപ്പർ ബോഡി ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ കുറച്ചുകൂടെ സ്ലിമ്മിങ് ആണ്. ഇങ്ങനത്തെ ചെറിയ ചേഞ്ചസ് ക്യാൻ ബ്രിങ് അബൌട്ട് എ ലോട്ട് ഓഫ് ചേഞ്ച്. അതുപോലെ തന്നെ ബിഹേവിയറിനെയും നമുക്ക് കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്യേണ്ടി വരും. ദ ലാംഗ്വേജ് ദ യൂസ്, ദ കൈൻഡ് ഓഫ് വേർഡ്സ് ദ യൂസ്, അതൊക്കെ ചിലപ്പം അത്ര ഇമ്പ്രസീവ് ആയിരിക്കും. ചിലപ്പോൾ അതിനോടൊക്കെ ഒന്ന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അവരുടെ തോട്ട് പ്രോസസ്സിനെയും പെനിട്രേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ ഈ ഒരു 3 to 6 months പ്രോഗ്രാമാണിത്. അപ്പം പലപ്പോഴും വി ഗെറ്റ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടുഗെദർ. അറിഞ്ഞോ അറിയാതെയോ നമുക്ക് അവരെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. കുറച്ചൊക്കെ വളരെ ഡെലിബറേറ്റ് ആയിട്ട് പേർപ്പസ്ഫുള്ളി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തന്നെയാണ്. ആൻഡ് സംടൈംസ് ഐ ഈവൻ സജസ്റ്റ് ദം സർട്ടൻ ബുക്സ്. അതുപോലെ തന്നെ വായിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് പോലും അവരുടെ ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ റീഡിങ് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് സജസ്റ്റ് ചെയ്യുന്ന ബുക്സ് ചിലപ്പോൾ ഇവരുടെ പേഴ്സണാലിറ്റിനെയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടൈപ്പ് ബുക്സ് ആയിരിക്കാം. അപ്പം റീഡിങ് നമ്മളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മൾ അറിയാതെ കൊണ്ട് തന്നെ. അങ്ങനെ അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെയും മാനേഴ്സിനെയും എറ്റിക്കറ്റിനെയും ഒക്കെ ഒന്ന് ബേസിക്കലി യു വിൽ കംപ്ലീറ്റ്ലി ഒരു അപ്ഗ്രേഡ് എ പേഴ്സൺ. യെസ്, പേഴ്സണാലിറ്റി. പിന്നെ ചെയ്യുന്നത് ട്രെയിനിങ്സ് ആൻഡ് ബ്യൂട്ടി പാജൻസ്. MBA സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ട്രെയിനിങ്സും ഉണ്ട്. MBA സ്റ്റുഡൻസിനൊക്കെ കോർപ്പറേറ്റ് ഡ്രസ്സിങ്ങും കോർപ്പറേറ്റ് മാനേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അവർക്ക് ആവശ്യം. പിന്നെ ബ്യൂട്ടി പാജൻസിൽ ഊഹിക്കാമല്ലോ, ഒരു ഡ്രസ്സിങ്, സ്റ്റൈലിംഗ്, പോസ്ചർ, പേഴ്സണാലിറ്റി, ഈ കോൺഫിഡൻസ്, അതൊക്കെയാണ്. പല പല ട്രെയിനിങ്സ് കാണും അവർക്ക്. ഫിലിം സ്കൂൾസിൽ അസ്പയറിങ് ആക്ടേഴ്സിന് വേണ്ടിയിട്ട് അവർക്കും ഇതൊക്കെ ആവശ്യമാണല്ലോ. എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് കാണപ്പെടാവുന്നു, എങ്ങനെ പ്ലീസിങ് ആയിട്ട് ബിഹേവ് ചെയ്യും. പ്ലീസിങ് ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം യു ഷുഡ് നോട്ട് ബി എ പീപ്പിൾ പ്ലീസർ. ഒരു തിൻ ലൈനാണ് അത്. ഐ എം ഓൾസോ ലേണിംഗ് എ ലോട്ട് ഓഫ് തിങ്സ്. ഈ ഒരു ജേർണിയിൽ ഐ എം ഓൾസോ അപ്ഗ്രേഡിങ് മൈസെൽഫ്. കോൺസ്റ്റൻ്റ്ലി നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവർക്ക് വേണ്ടിയിട്ട് പലതും റിസർച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ തന്നെ പല കാര്യങ്ങളും പഠിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭയങ്കര ഫണ്ണാണിത്. എന്നെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ക്യാൻ ഡു ഗുഡ് ടു മെനി പീപ്പിൾ. പുതിയ മേഖല കൂടെയാണ് കാര്യം. എല്ലാവർക്കും സ്റ്റൈലിംഗ് എന്നുള്ളൊരു രീതിയിലും അല്ലെങ്കിൽ അത് മാത്രമേ അറിയുള്ളൂ.
പക്ഷെ ഒരു ഇമേജ് കോച്ച് എന്താണെന്നും ഒരു ആളിന്റെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. സ്റ്റൈലിങ്ങിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് മാത്രമേ ഉള്ളൂ. ഒരു മോഡലിനെ കൊണ്ടുവന്ന് അവരെ ഇന്ന സ്റ്റൈലിലേക്ക് ആക്കി ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അക്സസറൈസ് ചെയ്യിപ്പിച്ച് ഒരു ഫോട്ടോഷൂട്ടിന് ഇരുത്താം. പക്ഷേ ആ സ്റ്റൈലിലേക്ക് അവരുടെ പേഴ്സണാലിറ്റി വരുന്നില്ല. വേറെ നമ്മൾ ഒരു ഇമേജ് കോച്ച് എന്ന് പറയുമ്പോഴേക്കും ആ സ്റ്റൈലിലോട്ട് അവരുടെ പേഴ്സണാലിറ്റിനെയും കൂടെ കൊണ്ടുവരിക. ഗ്രൂം ചെയ്ത് കൊണ്ടുവരികയാണ്. ഐ എം സോ ഹാപ്പി. ഞാനും കാണാറുണ്ട് നിങ്ങളുടെ പല എപ്പിസോഡ്സും കണ്ടിട്ട് ഞാനിങ്ങനെ വളരെ നല്ല ഒരു കോൺവെർസേഷൻ ആയിട്ടാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഐ എം ഓൾസോ സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ബി എ പാർട്ട് ഓഫ് യുവർ ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.